Good evening, everybody. PG Diploma in Counseling Psychology, അതേപോലെ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി തുടങ്ങിയ ക്ലാസിന്റെ ഫസ്റ്റ് ക്ലാസ്. ദാറ്റ് ഈസ് ടോപ്പിക് ഇൻട്രൊഡക്ഷൻസ് ടു കൗൺസിലിംഗ് സൈക്കോളജി എന്നുള്ള ടോപ്പിക്കിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. ഈ ഇൻട്രൊഡക്ഷൻസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, നമ്മൾ ഇന്നാണ് ആദ്യമായിട്ട് സൈക്കോളജിയുമായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ കൗൺസിലിംഗുമായിട്ട് ടച്ച് ചെയ്യുന്നത്. ഇപ്പൊ സൈക്കോളജി കുറെ ആളുകൾക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ എന്താണ് കൗൺസിലിംഗ്, എന്തൊക്കെയാണ് കൗൺസിലിംഗ്, എപ്പോഴാണ് നമ്മൾ കൗൺസിലിംഗ് ആവശ്യം, എങ്ങനെയാണ് ഈ കൗൺസിലിംഗ് കൊടുക്കുക, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണം. ഞാൻ കഴിഞ്ഞ ഒരു 10 years ആയിട്ട് ഈ ഫീൽഡിൽ കൗൺസിലിംഗ് സൈക്കോളജി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് എക്സ്പീരിയൻസസ് ആണ്, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കേസുകളാണ്, നമ്മൾ ഓരോ ആളുകളും ഭയങ്കര യുണീക്ക് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കുഞ്ഞു കാര്യമായിരിക്കും കേട്ടോ. റെഡി? ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാൻ, അടുത്ത നെക്സ്റ്റ് വെനസ്ഡേ നമ്മൾ വരുമ്പോൾ നിങ്ങളിൽ ഒരാള് ആദ്യം ഒരു പ്രെയർ ചൊല്ലും. ഓക്കെ, നിങ്ങൾ ഇന്ന് പറഞ്ഞ പോലെ നിഷ്മ കോർഡിനേറ്റ് ചെയ്ത പോലെ ആദ്യം ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയും, ഹായ് എവരിബഡി, എന്തൊക്കെയാണ് വിശേഷം, 1 വീക്ക് എങ്ങനെയായിരുന്നു, അടിപൊളിയല്ലേ, നമ്മൾ ഇന്നത്തെ സെഷൻ ആരംഭിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻട്രോ പറഞ്ഞിട്ട് ശിവലയ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ശിവലയ ഒരാളെ പ്രെയറിന് വേണ്ടി വിളിക്കും. പ്രെയർ ചൊല്ലാൻ അറിയോ അറിയില്ലേ എന്നൊന്നും ഓപ്ഷൻ ഇല്ല, നമ്മൾക്ക് അറിയുന്ന രൂപത്തിൽ നമ്മൾ പ്രെയർ ചൊല്ലും. ക്ലിയർ ആണല്ലോ? അതിന് ഒരാൾ പെട്ടെന്ന് പേരെന്നാൽ ഞാൻ പേര് പറയാതെ നിങ്ങൾക്ക് ചൊല്ലാം, അല്ലെങ്കിൽ നിങ്ങൾ ചൊല്ലേണ്ടി വരും. റൈറ്റ്? ഇതിലാരെ പ്രെയർ, നമ്മൾ ശ്വേതനിടാം പ്രെയർ ചൊല്ലാം അല്ലെ? ഓക്കെ, ശ്വേത പ്രെയർ ചൊല്ലും. ദെൻ നെക്സ്റ്റ്, ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്ലെഡ്ജ് ആണ്. പ്ലെഡ്ജ് വളരെ സിമ്പിൾ ആണ്. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ ലവ് മൈ കൺട്രി എന്ന് തുടങ്ങുന്ന ആ പ്ലെഡ്ജ് നമ്മൾ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യും. ആ പ്ലെഡ്ജ് നമ്മളെ ബാനു പ്ലെഡ്ജ് വല്ലോ. ഓക്കെ, ശരി. ദെൻ അത് കഴിഞ്ഞാൽ നമ്മൾ തോട്ട് അവതരിപ്പിക്കും. തോട്ട് ഫോർ ദ ഡേ അല്ലെങ്കിൽ തോട്ട് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം, തോട്ട് ഓഫ് ദ ഡേ 4 ആവില്ലല്ലോ, കഴിഞ്ഞല്ലോ. തോട്ട് ഓഫ് ദ ഡേ, ആ തോട്ട് അവതരിപ്പിക്കുന്ന നിമ്മി ആയിരിക്കും. നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള മനോഹരമായിട്ടൊരു തോട്ട് നിമ്മി അവതരിപ്പിക്കും. പിന്നെ നമ്മളോട് വായിച്ചതിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തെ കുറിച്ചിട്ട് നമ്മളോട് ഷെയർ ചെയ്യും. നിഷ്മ ഷെയർ ചെയ്യും ഒരു പുസ്തകത്തെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പൊ അടുത്ത വീക്കിലുള്ള സ്റ്റാർട്ടിങ് 7:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 7:30 ഷാർപ്പിന് എല്ലാവരും വീഡിയോ ഓൺ ആക്കി എത്തും. അത് കഴിഞ്ഞാൽ 7:33 ആകുമ്പോൾ നമ്മൾ ശിവലയ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ പ്രെയർ 2 മിനിറ്റ് കൊണ്ട് പ്രെയർ തീരും, പ്ലെഡ്ജ് 1 മിനിറ്റ് കൊണ്ട് തീരും. പിന്നെ അത് കഴിഞ്ഞാൽ തോട്ടാണ് പിന്നെ ഉണ്ടാവുക. തോട്ട് മാക്സിമം 5 മിനിറ്റ് മാക്സിമം. ഓക്കെ, 5 മിനിറ്റ് തീരും. ബുക്ക് റിവ്യൂ ആണ് പിന്നെ ഉള്ളത്. ആ ബുക്ക് റിവ്യൂ മാക്സിമം 5 മിനിറ്റ് കൊണ്ട് തീരും. ഓക്കെ, തോട്ടും ബുക്ക് റിവ്യൂ ഒക്കെ 3 മിനിറ്റ് ആക്കി കണക്കാക്കിയാൽ മതി. 5 മിനിറ്റിലേക്ക് പോകാതെ 3 മിനിറ്റ് കൊണ്ട് എങ്ങനെ തോട്ട് പറയാന്നുള്ളതാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ. അപ്പൊ ഒരു 10 to 15 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം കഴിയും. ഇതിങ്ങനെ മാറി മാറി വരും കേട്ടോ. ഇതിങ്ങനെ മാറി മാറി വരും. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കോഴ്സ് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ ഒരാളെ മുമ്പിൽ വെച്ചിട്ട് നമുക്കൊരു കാര്യം പറയാൻ പറഞ്ഞാൽ ഒന്ന് ഒരു ചെറിയ 2 ടോക്ക് പറഞ്ഞു എന്ന് പറയുമ്പോൾ സ്റ്റക്ക് ആവാതെ, മുമ്പിൽ വിറക്കാതെ, ഞാനൊരു കോഴ്സ് കഴിഞ്ഞു എന്നത് ഒരു സർട്ടിഫിക്കറ്റിൽ മാത്രം ഒതുങ്ങാതെ 2 ആൾക്കാർ മുമ്പ് പ്രസന്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ നമ്മുടെ കൂട്ടിലുണ്ടാവും. ഈശ്വരാ, ഏത് ദുർബല നിമിഷത്തിലാണോ ഇതിന് ജോയിൻ ചെയ്യുന്നത്, ഇത് പണി വന്നുകൊണ്ടിരിക്കുന്നേ എന്നാലോചിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. എങ്ങനെ നിങ്ങൾ ചിന്തിച്ചാലും കുഴപ്പമില്ല. ബട്ട് നമ്മൾ അറിയാതെയാണ് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയാതെ എങ്ങനെ മാറുമ്പോൾ ഒരു 1 year കഴിഞ്ഞ് അടുത്ത ഒരു മാർച്ച് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ അറിയാതെ എവിടെ ചെല്ലുമ്പോഴും നമ്മുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, ഒരു കോൺഫിഡൻറ് ഉണ്ടായിരിക്കും. ഞാൻ അന്ന് തോട്ട് പ്രസന്റ് ചെയ്തല്ലോ, അന്ന് ബുക്ക് റിവ്യൂ പ്രസന്റ് ചെയ്തല്ലോ, അന്ന് ഞാൻ പ്രസന്റ് ചെയ്തല്ലോ, സോ ഐ ഹാവ് ദ പൊട്ടൻഷ്യൽസ് ടു കോപ്പ് അപ്പ് എവറി സിറ്റുവേഷൻ എന്നുള്ളൊരു ഡയലോഗ് നമ്മുടെ ഉള്ളിലേക്ക് വരും. ലൈഫിൽ ഏറ്റവും വലിയ വിജയം എന്താണ്? എൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാം ഒറ്റ ചോദ്യം തരാണ്. നിങ്ങൾക്ക് ലൈഫിൽ ഏറ്റവും വിജയമായി തോന്നിയ ഒരു ഇൻസിഡന്റ് ഒന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആലോചിക്കാൻ 5 സെക്കൻഡ് സമയം പറഞ്ഞാൽ പോലെ ഒന്ന് എഴുതി വെക്കണം. എഴുതി വെക്കാനുള്ള സമയം 10 സെക്കൻഡ് ടോട്ടലി കേട്ടോ. നിങ്ങൾ 10 സെക്കൻഡ് ഞാൻ കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങളെ മനസ്സിൽ ഏറ്റവും ഒരു വിജയമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത ഒരു മൊമെന്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ടൈം ഔട്ട്. ഓക്കെ, പറയാം നമുക്ക് ഏതൊക്കെയാ കാര്യങ്ങൾ. നിമി. സർ, എനിക്ക് തോന്നിയിട്ടുള്ളത്
മുന്നോട്ട് വന്ന് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ആണ്. അത് ശരിയാണോ തെറ്റാണോ? അതാണ് ഒരു വിജയമായിട്ട് ഫീൽ ചെയ്തത്. നിങ്ങൾ ലൈഫിൽ ഉണ്ടായ ഒരു വിജയത്തെ കുറിച്ച് പറഞ്ഞാൽ മതി. ഈസി വേ. ഓക്കെ, സിമ്പിൾ. അഞ്ജു KV. നാജിദ, ഫാത്തിമ ഹിബ. സർ, ഇവിടെ ഉണ്ടായൊരു മൊമെന്റ് പറയുകയാണെങ്കിൽ എന്റെ പാഷൻ എന്താന്ന് എനിക്ക് അറിയാൻ പറ്റും. കാരണം വളരെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരു സ്റ്റേജിൽ എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായതാണ്. അത് കുറച്ച് സമയം എടുത്തിട്ടാണ്, കുറെ വർക്ക് ചെയ്തു. ബട്ട് അറ്റ് ലാസ്റ്റ് എനിക്ക് വേണ്ടത് നമ്മുടെ എന്റെ ഫീൽഡിൽ ഞാൻ കണ്ടെത്തിയ നിമിഷമായിരുന്നു എന്റെ ഏറ്റവും വിജയകരമായി തോന്നിയത് അല്ലേ? ഓക്കെ, ശരി. ഹിബാശരി. എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത് തന്നെ, എനിക്ക് കോൺഫിഡൻസോടെ സംസാരിക്കാൻ പറ്റും ആരുടെ മുന്നിലും. അതന്നെ ഏറ്റവും വലിയ വിജയം. ഓക്കെ, ശരി. ഷജിന. ഹലോ സർ, കേൾക്കുന്നുണ്ടോ? എന്റെ വിജയം എന്ന് പറയുന്നത് ഞാനിപ്പോ ഒരു LD ട്രെയിനറാണ്. LD ട്രെയിനർ ആയി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ. നിങ്ങൾ ഉത്തരം പറയാൻ ഞാൻ നിങ്ങൾക്ക് മാക്സിമം 10 സെക്കൻഡ് സമയം തരുള്ളൂ. 5 സെക്കൻഡോട് ഞാൻ ഉത്തരം പറഞ്ഞ് തീർത്തിരിക്കും. ഓക്കെ, റസിയ. മൈക്ക് ഓൺ അല്ലേ റസിയ? പറഞ്ഞോ. മൈക്കൊക്കെ റെഡിയാണ്, ശബ്ദം അങ്ങോട്ട് എത്തുന്നില്ല, എന്താണെന്നറിയില്ല. ഓക്കെ, റംഷിദ. മാരേജ് കഴിഞ്ഞപ്പം അതോടുകൂടി പഠനമൊക്കെ അവസാനിച്ചു. പക്ഷെ പിന്നെ ഞാന് അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് വീണ്ടും പഠിക്കാന്നുള്ള ഒരു തീരുമാനം എടുത്തതാണ് എന്റെ ഒരു വിജയം. ഓക്കെ, അടിപൊളി, സൂപ്പർ. ലിനിമോൾ. ഞാൻ സ്വയം അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി, അതാണ് ഏറ്റവും വലിയ വിജയം. നിഷ്മ. വലിയ വിജയം ഉണ്ടാവും, പക്ഷെ ഇന്റത് നോക്കി ഞാൻ ഈ ഒരു 10th പാസ്സായി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാല് നിഷ്മനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിഷ്മ 10th കഴിഞ്ഞ് +1 എത്തിയിട്ടേ ഉള്ളൂ. നിഷ്മ ഡിസൈഡ് ചെയ്യാണ് ടു മൂവ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, നമുക്ക് ഈ ഒരു സ്റ്റേജില് ഇങ്ങനെ ഡിസിഷൻ എടുത്ത് ഇങ്ങനെ കളർഫുൾ ആ തീരുമാനിക്കാന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ വിജയമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, അടിപൊളി. സഫാൻ. അങ്ങനെ ചോദിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഇപ്പോഴാണ് ആലോചിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം. നീ ഇപ്പൊ എവിടെയല്ലേ? വീട്ടില്. വീട്ടിൽ മീൻസ് ലൊക്കേഷൻ? വയനാട്. നീ ഹയർ സ്റ്റഡീസിന് എവിടെ പോയിരുന്നേ? ഈജിപ്തില്. അപ്പൊ അതൊന്നും നമുക്കൊരു ആയി വരുന്നില്ല അല്ലെ, മൈൻഡിലേക്ക് എത്തിയിട്ടില്ല. അല്ല, ഒരു കിട്ടിയില്ല, കംപ്ലീറ്റ് ആയിട്ട് കണക്ക് കൂട്ടിയില്ല. ശരി, ഓക്കെ, ഫൈൻ. ശിവ. എന്റെ ഫീൽഡ് എനിക്ക് എന്താന്ന് മനസ്സിലാക്കാൻ പറ്റി. അടിപൊളി, സൂപ്പർ. പ്രിയങ്ക. ഞാനൊരു ഡോക്ടർ ആയിരുന്നുള്ളത് ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, ഡോക്ടർ അമ്പിളി. അവിടെ ഇങ്ങനെ പേൻ എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് DR എന്നുള്ള ഇങ്ങനെ പ്രസ് ചെയ്ത് എഴുതും. എപ്പൊ പേര് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാലും ഡോക്ടർ എന്നുള്ള ഈ DR ഇങ്ങനെ എഴുതും. ഞാൻ ഒരു ദിവസം ചോദിച്ചു, നിനക്ക് ഇപ്പോഴങ്ങ് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലല്ലേ? സത്യടാ, എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. സി ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ, അടിപൊളി, സൂപ്പർ. ഷർബാൻ. എനിക്ക് ഭയങ്കര വിജയമായിട്ട് തോന്നിയ സ്കിൽ ട്രെയിനേഴ്സിൽ ഡോക്ടർമാരുടെ കൂടെ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നതാണ്. ശരി, ഇവിടെ ഉണ്ട് കുറെ ആൾക്കാർ കേട്ടോ. ഇവിടെ ഉണ്ട് കുറെ ആൾക്കാർ എന്ന് പറയാ. അല്ല, ഇവർക്കൊക്കെ ആർക്കൊക്കെ കിട്ടിയെന്ന് എനിക്കറിയില്ല. ഒരാൾക്ക് എനിക്കറിയാം, ഫാത്തിമ, ഇവര് നിമിഷ, അവൾക്ക്. ഓക്കെ, ശരി. ശ്വേത. സർ, ഞാൻ റംഷിദ പറഞ്ഞതോടെ യോജിക്കുന്നത്. ആഫ്റ്റർ മാരേജ് ഗ്രാജുവേഷന് ശേഷമുള്ള എല്ലാ ക്വാളിഫിക്കേഷനും അറ്റൈൻ ചെയ്തതും RBIയിൽ കയറിയത് ഒരുപാട് ഹാർഡ് വർക്കിന് ശേഷം. ആ ഒരു ജോബാണ് എന്റെ ഹാർഡ് വർക്ക് പേ ചെയ്തു എന്നുള്ളത്. ഓക്കെ, അടിപൊളി. സിറാജ്. ഇതില് വലിയ വിജയമായിട്ട് തോന്നിയത് ലഭിച്ചിട്ടുള്ള ഒരുപാട് നല്ല അവസരങ്ങൾ ഉണ്ടായിരുന്നു. ആ അവസരങ്ങൾക്കൊപ്പം ഒരുപാട് മനുഷ്യരോട് കൂടെ ചേർക്കാനും അവരോടൊക്കെ സംസാരിക്കാനും പറ്റിയെന്നുള്ളതാണ് വലിയ വിജയം. സിറാജ് എന്താ ചെയ്യുന്നത്? ഞാൻ എയർലൈൻ IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. മെഡിയസ് എന്ന് പറയുന്ന ഒരു സ്പാനിഷ് കമ്പനി. ഞാൻ ഇപ്പം ബേസ്ഡ് റിയാദിലാണ്.
ഓക്കെ, ശരി. കഴിഞ്ഞതിലില്ലാത്തതുകൊണ്ട് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. ഇല്ല ഞാൻ കഴിഞ്ഞ ക്ലാസ് ഇത് റെക്കോർഡ് കേട്ടതായിരുന്നു. ഓ ഈ റെക്കോർഡ് കേൾക്കുന്നതിന്റെ ഒരു പിന്നെ പ്രശ്നം ഞാൻ കഴിഞ്ഞതിലാണ് മനസ്സിലാക്കിയത്. കാരണം പലപ്പോഴും ഷാഫി സാറ് സംസാരിക്കുമ്പോൾ ഇങ്ങനെ നമ്മളറിയാതെ ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ശരിക്കും ഓൺലൈൻ റെക്കോർഡ് ആവുക എന്നുള്ളതിന്റെ പരിമിതി ഞാൻ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞ ക്ലാസ്സിൽ. ശരി, അറിയാതെ സംസാരിച്ചു, ആൻസർ ചെയ്തു അല്ലേ? അതെ. ഓക്കെ, ശരി. ഞാൻ ഇതിൽ പരിചയപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ലാസ്റ്റ് പറയണേ. നമ്മളിങ്ങനെ ഈ ചോദ്യം കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ പറയണം. ഗീതാഞ്ജലി. കേൾക്കാമോ? കേൾക്കാം, പറയൂ. മനസ്സിലേക്ക് വന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് സദ്ഗുരു അവാർഡ് കിട്ടിയതും മറ്റൊന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു റിസർച്ച് ചെയ്യുക എന്നുള്ളത്. ആ റിസർച്ച് ചെയ്ത് കേരളത്തിലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് എന്നതാണ്. ഞാൻ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് തന്നെ റിസർച്ച് ചെയ്യാൻ പറ്റി. അവർക്ക് വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു ട്രാൻസ്ജെൻഡർ സ്റ്റുഡന്റ് പോളിസി ഉണ്ടാക്കിയത് എന്റെ റിസർച്ചിനെ ബേസ് ചെയ്താണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. വണ്ടർഫുൾ, അടിപൊളി, സൂപ്പർ. ഓക്കെ, ഓക്കെ. അപ്പോ എല്ലാരും ആൻസർ പറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഇന്നിങ്ങനെ നോക്കിയ സമയത്ത് നിങ്ങളുടെ സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മള് സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീനിൽ എന്താ നിങ്ങൾ കാണുന്നേ? ലക്ഷ്മണ, എന്ത് കാണുന്നു? ഇൻട്രൊഡക്ഷൻസ് ടു കൗൺസിലിംഗ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ഇതിങ്ങനെ കാത്തിരിക്കുകയാണ് എങ്ങനെയായിരിക്കും, എന്താണ് ബാക്കി വരിക എന്നുള്ളത്. ഇനി ഞാൻ വേറൊരാളോട് ഇതേപോലെ എന്താണ് നിങ്ങളുടെ ആഗ്രഹം ചോദിച്ചു. എന്താ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം? ഇയാളെ വിജയം എന്താന്ന് നമുക്ക് നോക്കാം. റെഡി? What's your greatest achievement in life? Winning an argument with my wife once in 1978. കേട്ടല്ലോ? എന്താ മുമ്പ് പറഞ്ഞേ? Winning an argument with my wife in 1978. ഇതാണ് മൂപ്പരുടെ ഏറ്റവും വലിയ വിജയമായിട്ട് മൂപ്പർക്ക് ഫീൽ ചെയ്ത്. ഓക്കെ, സോ വെൻ വി നീഡ് എ കൗൺസിലിംഗ്, അതാണ് അടുത്ത ചോദ്യം. നമ്മുടെ മുമ്പിലേക്ക് കൗൺസിലിംഗിലേക്ക് വരുന്നതിന് വെൻ വി നീഡ് എ കൗൺസിലിംഗ്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് എപ്പോഴാണ് ആളുകൾ കൺസൾട്ടേഷന് വരിക, എപ്പോഴാണ് നമ്മൾ കൺസൾട്ടേഷൻ കൊടുക്കേണ്ടത്? നോക്കുക, നമ്മളെല്ലാം ഡീൽ ചെയ്യുന്നത് എന്തിനെയാണ്? വാട്ട് വി ആർ ഗോയിങ് ടു ഡീൽ? ടെൽ മീ. ഒന്നെങ്കിൽ ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ വോയിസ്. എന്തിനാ ഡീൽ ചെയ്യാൻ പോകുന്നത്? ആളുകളുടെ പ്രോബ്ലംസിന് ഡീൽ ചെയ്യുന്നു. ഇമോഷൻസ്, വെരി ഗുഡ്. പിന്നെ എല്ലാരും കമന്റ് ചെയ്യുന്ന മനസ്സുകളെ. ഓക്കെ, വെരി ഗുഡ്. അഞ്ചു അറിയുന്നു മനസ്സുകളെ, പ്രോബ്ലംസിനെ. ഓക്കെ, സത്യം പറഞ്ഞാൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ കോഗ്നീഷനാണ് അല്ലെ? കോഗ്നീഷൻ, അവന്റെ ബ്രെയിനാണ്, മൈൻഡിനെയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അവന്റെ മൈൻഡ് എന്ന് പറഞ്ഞ വേറൊരു സംഭവമാണ്. അപ്പം നമ്മൾ മൈൻഡിനാണ് ഓവറോൾ കോഗ്നിറ്റീവ് ലെവലിലുള്ള ബ്രെയിനിന്റെ ഫങ്ഷൻസിനെയാണ് കംപ്ലീറ്റ്ലി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അയാളുടെ ഉള്ളിൽ വരുന്ന ചിന്തകൾ, അയാളുടെ ഉള്ളിൽ വരുന്ന ഫീലിങ്സുകൾ, അയാളുടെ ഉള്ളിൽ വരുന്ന പ്രതികരണങ്ങൾ, അയാളുടെ ഉള്ളിൽ വരുന്ന ഒരുപാട് ഇഷ്യൂകൾ, ഈ ഇഷ്യൂകളെ മുഴുവൻ നമ്മൾ ഡീൽ ചെയ്യാൻ പോകണം. അപ്പൊ നമ്മൾ ഈ കൗൺസിലിങ്ങിനെ കുറിച്ചിട്ട് വാട്ട് ഈസ് സൈക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ഉത്തരം പറയും? നിങ്ങൾക്ക് അറിയുന്ന സൈക്കോളജി എന്താണ് ഈ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Study of human mind. Study of human mind. Very good. Hiba, good. Then Study of human behavior. Study of human behavior. Very good. Then Study of mental process. Study of mental process. അടിപൊളി, സൂപ്പർ. നല്ല ഉത്തരങ്ങളാണ് നിങ്ങൾ പറഞ്ഞു. ഓക്കെ. അപ്പൊ നിങ്ങൾ നോക്കി, കൗൺസിലിംഗിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് നോക്കണേ എന്താണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. ഒരു ഭാഗത്ത് നമുക്കറിയാം ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ മൈൻഡ് ആണെന്നുള്ളത്. ഈ മൈൻഡ് ഒരു ഭാഗത്തുണ്ട്, നമ്മുടെ ബിഹേവിയർ വേറെ ഭാഗത്തുണ്ട്. കറക്റ്റ് ആണോ? മൈൻഡ് ഒരു ഭാഗത്തുണ്ട്, ബിഹേവിയർ ഒരു ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മള് മൈൻഡിന്റെ ഈ മെന്റൽ പ്രോസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, മെന്റൽ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തിങ്കിങ്, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ സെൻസേഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നിങ്ങളെ കാണുന്നു, ഒരു സെൻസേഷൻ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നു, എൻ്റെ ബ്രെയിനിലേക്ക് ഒരു മെസ്സേജ് പോകുന്നു, ഞാൻ ആരൊക്കെയോ കാണുന്നുണ്ട് ഇങ്ങനെ മൈൻഡിലേക്ക് വരുന്നു. ഈ കാണുന്നതിന്റെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നു, അത് നീ കാണുന്നത് ശിവലയാണ്,
നീ കാണുന്നത് ശ്വേതനെയാണ്, നീ കാണുന്നത് സിറാജിനെയാണ്, എനിക്ക് ഷീബനെയാണ്, പ്രിയങ്കാനാണ്, ഷെജിനയാണ്, സഫാനെയാണ്, ലിനിമോളയാണ്, ഹിബയാണ്, നിഷ്മനെയാണ്, റസിയാനാണ്, സോയനെയാണ്, അല്ലെങ്കിൽ റംഷിദാനെയാണ്, നിമ്മിയാണ്, ബാനുവിനെയാണ് നീ കാണുന്നത് എന്ന് പ്രോസസ്സ് ചെയ്തു. പിന്നെ ആരൊക്കെയോ കാണാത്തതുണ്ട്, പക്ഷെ അവരുടെ നെയിം അവിടെ ഉള്ളത് കൊണ്ട് ഒരു ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഇങ്ങനെ കാണുന്നു. ഹസ്ന, ഫാത്തിമ, എന്തൊക്കെയോ ലെറ്റേഴ്സ്. പിന്നെ ഞാൻ എൻ്റെ ബ്രെയിൻ പ്രോസസ് ചെയ്യാണ്. ഹസ്ന ഷെറിൻ, ഫാത്തിമ ഹിബ, ഗീതാഞ്ജലി, നജിദ, അഞ്ജു, ഷാക്കിസ്, റംല, ഇതൊക്കെ ബ്രെയിൻ പ്രോസസ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ എനിക്ക് എന്താണ്, ഞാൻ കണ്ടതിന് ഒരു മീനിങ് എൻ്റെ ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്യുന്നതിന് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയും. ക്ലിയർ? മീനിങ്ഫുൾ സെൻസേഷൻ ഈസ് നോൺ ആസ് പെർസെപ്ഷൻ. അപ്പൊ അതും ബ്രെയിനിന്റെ പരിപാടിയാണ്. കണ്ടതിന് അതിന് മീനിങ് കൊടുക്കുക, കണ്ടതിനൊക്കെ മീനിങ് കൊടുക്കുക. അപ്പൊ നമ്മുടെ സുഹൃത്ത് എടാ ഈ ഭയങ്കര അടിപൊളിയാട്ടോ എന്ന് നമ്മളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞ വാചകങ്ങളെ ബ്രെയിനിലേക്ക് കൊണ്ടുപോയിട്ട് അതിന് മീനിങ് കൊടുത്തിട്ട്, കാരണം അവൻ മലയാളത്തിലാണെങ്കിൽ ആ മലയാളത്തിൽ റിസീവ് ചെയ്യുന്നു, ഒരു പ്രോസസ്സിങ് അവിടെ നടക്കുന്നു. അപ്പൊ എന്തൊക്കെയാണോ ഇപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്താ നമുക്ക് ഫീൽ ചെയ്യല്ലെങ്കിൽ മനസ്സിലാക്കുക എന്താടാ ഇത് ഫീൽ ചെയ്യാ. ഇത് വെറുതെ ഒരു അതെ, ഇത് വെറുതെ ഒരു കൈ ഇങ്ങനെ വെച്ചതല്ലല്ലോ, എന്തോ ഒരു ഫീലിംഗ് ആക്കിയാണ് ഇങ്ങനെ. അത് വന്നപ്പോഴേ നമ്മൾ പെർസീവ് ചെയ്യൂ. നമ്മൾ കണ്ണത് കണ്ടു, ബ്രെയിന് കൊണ്ടുപോയി, ബ്രെയിൻ ഒരു പെർസീവ് ചെയ്ത് ഓ മൈ ഗോഡ് താങ്ക് യു എന്ന് പറയുന്ന ഒരു സംഭവങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. കറക്റ്റ്? അപ്പൊ ഇത് ശരിക്കും നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രോസസ്സിംഗ് ആണ്. അപ്പൊ ഒരു ഭാഗത്ത് ബ്രെയിൻ ഉണ്ട്, ഈ ബ്രെയിനിനുള്ള പ്രോസസ്സിങ് കംപ്ലീറ്റ്. അപ്പൊ സെൻസേഷൻ നടത്തി, പെർസെപ്ഷൻ നടത്തി, അതിനൊരു മീനിങ് കൊടുത്തപ്പോൾ പെർസെപ്ഷൻ ആയി. ഈ ഇങ്ങനെ എല്ലാം കൂടി ആകുമ്പോൾ അതിനൊരു കൺസെപ്റ്റ് ഫോം ചെയ്തു. ദെൻ കൺസെപ്റ്റ് ഫോം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ പല രീതിയിൽ നമ്മൾ ചിന്തിക്കും, തിരിച്ചു മറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കും, അനലൈസ് ചെയ്യും, സിന്തസൈസ് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. ഫൈനലി ബ്രെയിൻ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യും. കറക്റ്റ്? 1 + 1 is equal to 1+. അത്ര ആലോചിക്കണ്ട. നിങ്ങളിപ്പോ 2 തരത്തിൽ ആലോചിച്ചത്. സാറ് ചോദിക്കും വേറെ എന്തെങ്കിലും ഉത്തരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അങ്ങനെ 1 + 1 അങ്ങനെ ഹയർ ഒന്നും ആലോചിക്കണ്ട. ഏറ്റവും സിമ്പിൾ ആയിട്ട് 1 + 1 is equal to 2. ഇത് നമുക്ക് എളുപ്പമാണ്. ഒരു LKG കാരനെ സംബന്ധിച്ചിടത്തോളം ടാസ്ക് ആണ്. കറക്റ്റ്? ഒരു ഡിസ്ലെക്സിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക് പിടിച്ച സാധനമാണ് ഈ 1 + 1 is equal to 2 എന്ന് എഴുതുന്നത്. കാരണം അവർക്ക് പ്രോപ്പറായിട്ട് പെർസീവ് ചെയ്യാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വർക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഒരു സൈഡില് നമ്മൾ കാണുന്നത് ഫോർ എക്സാമ്പിൾ ഒരു വൈറ്റ് ബോർഡ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പം ഒരു സ്ക്രീനിൽ ഒരു വൈറ്റ് ബോർഡ് തെളിഞ്ഞു വരും. ഓക്കെ, യെസ്, ഇപ്പോൾ ഒരു വൈറ്റ് ബോർഡ് നിങ്ങളുടെ മുമ്പിലുണ്ട്. റെഡി? 1 2 3. ഓക്കെ, അതിൽ നമുക്കതൊന്ന് മായ്ക്കാം, കുറേ സാധനങ്ങൾ അതിൽ കയറി കിടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് നമ്മുടെ പിന്നെ മൈൻഡ്, ഓക്കെ, നമ്മുടെ തലേന്ന് വിചാരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്രെയിൻ. ഇവിടെ നമ്മുടെ കംപ്ലീറ്റ് ആക്ഷൻസ്. അപ്പോൾ ഈ ബ്രെയിനിൽ എന്തെല്ലാം ഫീലിങ്സ് നടക്കുന്നോ അതിനനുസരിച്ച് എവിടേക്ക് ആക്ഷൻ പോവും? ആ ഒരു ആക്ഷൻ എവിടുന്ന് പ്രവർത്തിക്കും? ഇവിടുന്ന് മെസ്സേജ് പോയി ഇവിടുന്ന് പ്രവർത്തിക്കും. കറക്റ്റ് ആണോ? ഇപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു പ്രോസസ്സിങ് എന്ത് നടക്കും? എടാ എല്ലാവർക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊരു ഫീലിംഗ് വന്നാൽ ഇയാൾ എന്തായി? ഹാപ്പി ആയി. കറക്റ്റ്? നീ ജയിച്ചു, ഓ അടിപൊളി, അയാളെന്തായി? ഹാപ്പി ആയി. ഇപ്പോഴത്തെ വേറൊരാളുണ്ട്, അയാൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നിന്നെ വേണ്ടൂ. മെസ്സേജ് പോയാൽ ഇയാളെന്തായി? ഡൗൺ ആയി. സോ നമ്മുടെ ബ്രെയിനിന്റെ പ്രോസസ്സിങ്, സെൻസേഷൻ, സൈക്കോളജി ഇസ് എ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. സൈക്കോളജി ഇസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ദ മെന്റൽ പ്രോസസ്. ഇനി ആര് ചോദിച്ചാലും എൻ്റെ കുട്ടികൾ നിർബന്ധമായിട്ടും അവർക്ക് പറഞ്ഞു കൊടുക്കണം, സൈക്കോളജി ഇസ് ദി
സയന്റിഫിക് സ്റ്റഡി സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. മനസ്സിലായോ? ക്ലിയർ? അപ്പൊ ഇത് 2 പാർട്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ കൗൺസിലിംഗിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഹ്യൂമൻ ബിഹേവിയറിൽ ഒരു സാധനം വരുന്നു, സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മൾ പുറമേ കാണിക്കുന്ന സ്വഭാവങ്ങൾ. നമ്മളെ മെന്റൽ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. അപ്പൊ ഈ പ്രോസസ്സിനനുസരിച്ച് ഇവിടെ ആക്ഷൻ നടക്കും. അപ്പൊ ഈ 2 എണ്ണത്തിനെ ഒരുമിച്ച് പഠിക്കുന്നതിന് ഒരു സയന്റിഫിക് ആയിട്ട് ഒബ്സർവേഷനിലൂടെ എക്സ്പെരിമെന്റേഷൻസിലൂടെ പഠിക്കുന്ന പ്രോസസ്സിങ്ങിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? സൈക്കോളജി. അപ്പൊ സൈക്കോളജി ഭയങ്കര രസല്ലേ? ആണോ? അടിപൊളിയല്ലേ? ഭയങ്കര രസമാണ്. നമ്മുടെ കുട്ടികളെ ബ്രെയിനിൽ എന്തൊക്കെയോ ഓടുന്നു. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് പേപ്പറിലാണ് കംപ്ലീറ്റ് ഈ കൗൺസിലിംഗിന്റെ ടെക്നിക്സ്, കൗൺസിലിംഗ് എന്താ, ഏതാ, എങ്ങനെയെന്നൊക്കെ പോകുന്നത്. സെക്കൻഡ് പേപ്പറിലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം വരുന്നത്. വാട്ട് ഈസ് സൈക്കോളജി എന്നുള്ള കാര്യം സെക്കൻഡ് പേപ്പറിലാണ് ആദ്യം വരുന്നത്. ഓക്കെ, തേർഡ് പേപ്പറിലേക്ക് പോകുമ്പോൾ ഫുള്ള് രോഗമാണ്, മാനസിക രോഗം. അതിൽ ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ, ഫോബിക് ഡിസോർഡർ, പിന്നെ OCD, PTSD, സ്കിസോഫ്രീനിയ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ അങ്ങ് പോകും. ക്ലിയർ ആയോ? ഇതൊന്നും കേട്ട് നിങ്ങൾ തളരരുത്, പേടിക്കരുത്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കരുത്, നിങ്ങൾ ജസ്റ്റ് എൻജോയ് വിത്ത് സൈക്കോളജി. യു ഗെറ്റ് മീ? ഞാൻ പറയുന്ന കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് എടുക്കുക. ഇതൊക്കെ എൻജോയ് ചെയ്യാനുള്ളതെന്ന് വിചാരിക്കുക. എൻജോയ്മെന്റോട് കൂടി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്കൊരു റിലാക്സ്ഡ് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. പഠിക്കാൻ നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യരുത്. കാരണം കുട്ടിക്കാലം മുതൽ പഠനം എന്നുള്ള ടെർമിനോളജി നമ്മളെ ബ്രെയിനിൽ അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആങ്കർ ചെയ്ത് വെച്ചിരിക്കുന്നത്, കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തോ വെറുപ്പിക്കലും ഭാരം കൂടിയൊരു സാധനമായിട്ടാണ്. കറക്റ്റ്? പഠിക്കാണ്ട്, വായിക്കാണ്ട്, റൈറ്റ്? വായിക്കാണ്ട്, പഠിക്കാണ്ട്, എഴുതാണ്ട്, എനിക്കിതൊന്നും ചെയ്യാൻ നേരം ആയില്ലേ എന്ന് റെഗുലറായിട്ട് ചെറുപ്പത്തിൽ കേൾക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ആങ്കർ ചെയ്ത് പോകാൻ നമ്മളിങ്ങനെ ഫിക്സ് ആക്കി. ഇറ്റ് ഈസ് സംതിങ്, ഇറ്റ് ഇസ് എ ബേർഡൻ. കറക്റ്റ്? പഠിക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കുട്ടികൾ ഹാപ്പി ആയി കണ്ടിട്ടുണ്ടോ? ഉറക്കന്ന് എണീക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായി വായിക്കാണ്ട് പഠിക്കാണ്ട് എന്ന് പറയുന്നതോട് കൂടിയിട്ട് ആ കുട്ടിക്ക് സ്കൂളിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഇഷ്ടമില്ലാതായി മാറുകയാണ്. കാരണം ലോകത്തിൽ ഏറ്റവും സുഖകരമായി ഇരിക്കുന്ന ഒരു ഫീലിങ്സിൽ നിന്ന് നമ്മൾ അതിനെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഫീലിങ്സിലേക്ക് പോകാനാണ് നമ്മളെ ബോഡി ആഗ്രഹിക്കുക. ആ സന്തോഷത്തിൽ നിന്ന് എപ്പോ വിഡ്രോ വലിക്കാൻ നമ്മൾ ശ്രമിക്കുന്നോ നമ്മൾ ഭയങ്കര ഇഷ്ടമില്ലാതായി മാറും. കറക്റ്റ്? അപ്പൊ ഏറ്റവും നമുക്ക് സന്തോഷം നൽകുന്ന പ്രോസസ്സിങ് എന്താ? അത് എപ്പോ? രാവിലുള്ള ഉറക്കം. അത് എപ്പോ? രാവിലെ എണീക്കുന്ന സമയത്ത് അലാറം അടിച്ചിട്ട് അത് ഓഫാക്കിയിട്ട് കിടന്നിട്ടുള്ള ഉറക്കം. അലാറം ഇല്ലെങ്കിൽ നമ്മൾ അമ്മ വന്ന് എണീക്കാനായില്ലേ പോണ്ട എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നൊരു ഉറക്കം. അതിൽ നിന്ന് നമ്മളെ വിളിച്ചുണർത്തുന്ന രീതി എന്താ? എനിക്ക് പഠിക്കാണ്ട്. ഈ പഠനം എന്നുള്ള ടെർമിനോളജി അതോടുകൂടി നമുക്ക് എന്താവും? ചടക്കും. കറക്റ്റ്? അതുകൊണ്ട് എൻ്റെ കുട്ടികളാരും സൈക്കോളജി കഷ്ടപ്പെട്ട് പഠിക്കേണ്ട, നിങ്ങൾ അത് എൻജോയ് ചെയ്ത് റിസീവ് ചെയ്താൽ മതി. ഓക്കെ? സൈക്കോളജി ഇസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് 10 സെക്കൻഡ് സമയം തരും. Human behavior and mental process. Human behavior and mental process. Psychology is the scientific study of the human behavior. അത്രയൊന്നും വേണ്ട. ആകെ ഇത്തരങ്ങൾ കണ്ടെങ്കിൽ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. സൈക്കോളജി എന്തായാലും പഠിച്ചു, സയന്റിഫിക് ആണെന്ന് പഠിച്ചു, രണ്ടും മാറ്റി വെച്ചു. ഓക്കെ? പിന്നെ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. അപ്പൊ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ പെരുമാറ്റങ്ങളൊക്കെ. മെന്റൽ പ്രോസസ് എന്ന് പറഞ്ഞാല് നമ്മൾ കാണുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, അവസാനം നമ്മൾ ചിന്തിച്ച് ഒരു പ്രശ്നം തീർക്കുന്നത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിലുള്ള പ്രശ്നം എന്താ? മോനെ വിൽക്കി, ഇതാരാ
ഇതാരാ എന്ന് പറയുമ്പോൾ കുട്ടി ഒന്നിങ്ങനെ ചിരിക്കും. ആ ചിരിക്കുന്നതായിരുന്നു ആദ്യത്തെ ഒരു പ്രോബ്ലം സോൾവിങ്. കറക്റ്റ്. അപ്പൊ ചിരിക്കുന്നു. അപ്പൊ ചിരി എന്നുള്ളതാണ് കുട്ടിയെ സംബന്ധിച്ചൊരു പ്രോബ്ലം സോൾവിങ്. അപ്പൊ ആര് ഹാപ്പി ആയി? നമ്മൾ ഹാപ്പി ആയി. അമ്മാന്ന് വിളിക്കും, അമ്മാന്ന് വിളിക്ക്, അമ്മ വിളിക്ക്. കുറേ കൈ കൂട്ടി ഉമ്മ വിളിച്ചു. അപ്പൊ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തു. അപ്പൊ ചെറുപ്പത്തിൽ ടേക്സ് ടൈം അല്ലേ? ഫിസിക്കൽ പ്രോബ്ലം സോൾവിങ് ഉണ്ടായിരുന്നു. ടോക്കിങ്, സംസാരിക്കുന്നതൊക്കെ എണീറ്റ് നടക്കൊക്കെ ഒരു ചാലഞ്ചിങ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഓരോന്നും നമ്മൾ ഇപ്പൊ ഒരു മോൻ അതെടുത്തുക, അതെടുക്ക് എന്ന് പറയുമ്പോൾ കുട്ടി മനസ്സിലാക്കുന്നു, അത് റിസീവ് ചെയ്യുന്നു, മൈൻഡ് വർക്കൗട്ട് ചെയ്യുന്നു, എടുക്കാനാ മനസ്സിലാക്കുന്നു, അത് എടുക്കുന്നു, കൊണ്ടുവരുന്നു. ക്ലിയർ? ഓ, പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് സാർ അത് കഴിക്കാനില്ലേ? അപ്പൊ നമ്മൾ മൈൻഡ് വർക്കൗട്ട് ചെയ്യാണ്, ചിന്തിക്കുകയാണ് അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പ്രോബ്ലം സോൾവിങ് ആണ്. ക്ലിയർ ആയോ? ലൈഫ് കംപ്ലീറ്റ് ഹ്യൂമൻ ലൈഫ് അല്ലെങ്കിൽ അവർ ലൈഫ് ഈസ് എ പ്രോബ്ലം സോൾവിങ് മെക്കാനിസം. രാവിലെ എണീക്കണം, ജോലിക്ക് പോകണം, കറക്റ്റ് എത്തണം, വർക്കൗട്ട് ചെയ്യണം, മീറ്റിംഗ് ഉണ്ട്, മീറ്റിംഗ് കഴിയണം, അതിനുള്ള പരിപാടി പ്രിപ്പയർ ചെയ്യണം, ഈവനിങ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകണം, അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. പ്രോബ്ലം സോൾവിങ്. രാത്രി ക്ലാസ് ഉണ്ട്, 7:30 വരും, ഇനി ക്ലാസ് തുടങ്ങും, ഇനിയിപ്പോൾ ഇന്നത്തെ ക്ലാസ് മിസ്സാക്കാൻ പറ്റില്ല. പ്രോബ്ലം സോൾവിങ്, അറേഞ്ച്മെന്റ്. ആ സമയത്ത് വീട്ടിൽ ഗസ്റ്റ് കയറി വന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഗസ്റ്റിനോട് എന്താ പറയുക, എങ്ങനെ ഇപ്പം അത് മാനേജ് ചെയ്യുക? പ്രോബ്ലം സോൾവിങ്. കറക്റ്റ്. അതിന് വലിയ പ്രോബ്ലം. ഇത്രയും കാലം ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്സിന് മുമ്പിൽ അല്ല, ഓഫ്ലൈനേ ഇരുന്നിരുന്ന് ശീലമില്ല, എങ്ങനെയാ ഈ ഓൺലൈൻ മുമ്പിലൊക്കെ ഒരു 1.5 മണിക്കൂർ ഇരിക്കുക? പ്രോബ്ലം സോൾവിങ്. കറക്റ്റ് അല്ലെ? വീഡിയോ ഓണാക്കി ഇരിക്കാൻ എന്താ ഒരു മാർഗം? വീട്ടിലൊരു രക്ഷയില്ല, നമ്മൾ എന്തേ മാർഗം കണ്ടെത്തും, വേറെ നിവൃത്തിയില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ, 100% നിവൃത്തിയില്ല തീരുമാനിച്ചാൽ വേറെ ഓപ്ഷൻ ഇല്ല. നെറ്റ്വർക്ക് ഡൗൺ ആണെങ്കിൽ പിന്നെ മാർഗമില്ല. ബട്ട് ഐ റൈറ്റ്? ഇന്ന് മുതൽ എല്ലാവരോടും പറഞ്ഞോളാം, ബുധനാഴ്ച 7:30 മുതൽ 9 മണി വരെ ഒരു രക്ഷയില്ല. ഐ വിൽ ബി ടോട്ടലി എൻഗേജ്. ഞങ്ങളുടെ സാറ് ഭയങ്കര ചൂടനാണ്, ഭയങ്കര ഫയറാണ്. കയറിയില്ലെങ്കിൽ നന്നായി ചീത്ത പറയും, അസൈൻമെന്റ്, ടാസ്കും, വർക്കൊക്കെ എക്സ്ട്രാ തരും. ഞാൻ ആകെ ഡൗൺ ആവും, കയ്യിൽ നിന്ന് പോകും, ഇനി കെയറാക്കാൻ പറ്റൂല എന്ന് പറയും കേട്ടോ. അപ്പൊ സ്റ്റാറ്റസ് ഇട് 7th 9 o'clock ഫുള്ളി എൻഗേജ്ഡ് കൗൺസിൽ സൈക്കോളജി ക്ലാസ് എന്ന് പറയും. അപ്പൊ ഒരു 10 ആളുകൾ കാണും. ഓ, എന്താ കൗൺസിൽ സൈക്കോളജി ക്ലാസ്സോ? അത് ശരി, ആ സമയത്ത് നോട്ട് അവൈലബിൾ. ഓക്കെ, ശരി. അപ്പൊ പിന്നെ നിങ്ങൾ മനസ്സിലാക്കും, ഓ, റസിയ എന്തോ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കാണുന്ന ആളുകളെ മുമ്പിൽ മുഴുവൻ നിങ്ങൾ എന്തായി? സൈക്കോളജി ലേണേഴ്സ് ആയി. പിന്നെ ഒരു 6 മാസം കഴിയുമ്പോൾ കേസ് വന്നോളൂ. ഡു യു ഗെറ്റ് മീ? പിന്നെ നിങ്ങൾ ആകെ ആലോചിക്കുക, ഇതൊക്കെ ഇട്ടിട്ട് സാറേ പരീക്ഷ ചെയ്താൽ തോറ്റുപോയാലോ? അതായിരിക്കും. അത് നിങ്ങൾ ഇങ്ങോട്ട് വിട് കേട്ടോ. നിങ്ങൾ റെഗുലർ ആയിട്ട് ക്ലാസ് എൻജോയ് ചെയ്താൽ മതി. ബാക്കി ഓട്ടോമാറ്റിക് ഇരിവില്ല, അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് ആണ്. അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? റെഡി? ദിസ് ഇസ് ഹ്യൂമൻ ബിഹേവിയർ, ഇറ്റ്സ് എ പ്രോബ്ലം സോൾവിംഗ് മെക്കാനിസം. അപ്പോൾ സൈക്കോളജി സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ് എന്ന് പഠിച്ചു. ബിഹേവിയർ എന്താ? നമ്മൾ ഈ പുറമെ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ ബിഹേവിയർ ആണ്. ആ കോപ്രായങ്ങൾ കാണിക്കാൻ നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതിനൊക്കെ നമ്മൾ എന്ത് പറയും? മെന്റൽ പ്രോസസ് എന്ന് പറയും. ഏറ്റവും ഹയർ മെന്റൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിങ്. ഇത്രയും ക്ലിയർ ആണല്ലോ? എന്ത് നല്ല മക്കള്, പറയുന്ന മുഴുവൻ പഠിക്കുന്ന മക്കള്, എന്ത് രസം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു പ്രോസസ്സിങ്ങിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് നമുക്ക് ഇതിലുള്ളത്? ഇയാളുടെ ഏറ്റവും വലിയ വിജയം എന്താ നമ്മൾ പഠിച്ചു അല്ലേ? എന്തായിരുന്നു ഇയാളുടെ ഏറ്റവും വലിയ വിജയം? ഒന്നും ചില ആൾക്കാർ ശ്രദ്ധിച്ചില്ല, എന്തെന്ന് ആലോചിച്ച് പോയ സംഭവമുണ്ട്. 1978 അയാള് ഭാര്യയുമായി ആർഗ്യുമെന്റ് വിജയിച്ചു എന്നുള്ളതാണ്. അതാണ് അയാളെ പറയുന്ന സ്റ്റൈലാണ്. What's your greatest achievement in life? Winning an argument with my wife once in 1978. അതിൽ ആ വൺസിന് കൊടുക്കുന്ന ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, എന്തോ ഒരു ഭംഗിയാണ് കാണാൻ അല്ലേ? നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? ഭയങ്കര രസം. അത് പറയുമ്പോൾ ഇപ്പോഴും അയാൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കണം എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി ആരെങ്കിലും ഒരാൾ യു ആർ ലേണിംഗ്, നിങ്ങൾ PG ഡിപ്ലോമയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിപ്ലോമ കൗൺസിലിംഗ് സൈക്കോളജിക്കാണോ ചെയ്യുന്നത്? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ടെൽ മീ വാട്ട് ഈസ് കൗൺസിലിംഗ് എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അല്ല അതെങ്ങനെയല്ല, പിന്നെ കുഴപ്പമില്ല, ഇങ്ങനെ ഒരാൾക്കാർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴല്ലേ നമ്മളിങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ വന്ന് തലക്കടിക്കും. മനസ്സിലായോ?
ഇന്ന് നമ്മൾ സെറ്റാക്കി സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് സാധനം പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സൈക്കോളജി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ സ്റ്റഡി ഓഫ് ഹ്യൂമൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ പോരാ, സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ് തന്നെ പറയണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ്. പിന്നെ പേപ്പർ 2 പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും ഈ സൈക്കോളജിക്ക് ഇതിന് മുമ്പ് പല ഡെഫിനിഷൻസും ഉണ്ടായിരുന്നു, പല എക്സ്പ്ലനേഷൻസ് ഉണ്ടായിരുന്നു. അതിലേക്കും നമ്മൾ പോകുന്നില്ല. സൈക്കി, സോൾ, ആത്മാവിന്റെ പഠനം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഇത് നമ്മൾ കുറേ സംഭവങ്ങൾ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താണ് കൗൺസിലിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഉത്തരം വരണം, ഒരു ഉത്തരം നമ്മുടെ മനസ്സിലേക്ക് വരണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം ഇതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, നമുക്ക് എപ്പോഴായി കൗൺസിലിംഗ് ഒക്കെ ആവശ്യമായി വരിക? ശരിക്കും ആർക്കാ കൗൺസിലിംഗ്? ഫോർ ഹൂം? അത് നിങ്ങളൊന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് പോവാം. ആർക്കാ കൗൺസിലിംഗ് നമ്മൾ കൊടുക്കുക? ആർക്കാ കൗൺസിലിംഗ് വേണ്ടത്? പറഞ്ഞോ ലിനി. ഒരു കണ്ടീഷൻ, നിങ്ങൾ പറയുന്ന എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. നിങ്ങൾക്ക് ഒരാൾക്ക് ഉത്തരം പറയാൻ മാക്സിമം 5 സെക്കൻഡ്. ഇമോഷണൽ ബാലൻസ് ഇല്ലാത്തവർക്ക്. ഇമോഷണൽ ബാലൻസ് ഇല്ലാത്തവർക്ക്. ഗീതാഞ്ജലി അതിമനോഹരമായ ഉത്തരം പറഞ്ഞു. ഓക്കെ, ദെൻ നമ്മൾ എല്ലാവർക്കും ഓരോ ഘട്ടങ്ങളിൽ ആവശ്യമായി വരും. ഓരോ ഘട്ടങ്ങളിൽ ആവശ്യം. ഏതാണ് ഈ ഘട്ടം? ചില സിറ്റുവേഷൻസ്, ചിലപ്പോൾ കൺഫ്യൂഷൻസ്, കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ സ്പെസിഫൈ ചെയ്ത് പറയാം. കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ഒരു കൗൺസിലിംഗ് ആവശ്യമാണ്. ഓക്കെ, ഇനി ഒന്നിനോടും വരുന്ന സമയങ്ങളിൽ ഒന്നിനോട് പ്രത്യേക സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഓക്കെ, എന്തെങ്കിലും ഉത്തരം കണ്ടെത്താൻ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ആൾക്കാർ. സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിയാത്ത ആളുകൾ. ഓക്കെ, സ്വന്തം ലൈഫിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റാതെ. ഓക്കെ, പ്രിയങ്ക പറഞ്ഞ പോലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, കരിയർ ചൂസ് ചെയ്യാൻ. ഓക്കെ, അടിപൊളി, ശരി. മെന്റലി എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്. മെന്റലി എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഓക്കെ, ദെൻ ചില സിറ്റുവേഷൻസിനോട് കോപ്പപ്പ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ. ചില സിറ്റുവേഷൻസിനോട് കോപ്പപ്പ് ചെയ്യാൻ. എനിക്ക് വേണ്ടത് എന്ത് ഉത്തരം എന്നറിയോ? ഐ നീഡ് സ്പെസിഫിക് ആൻസർ. ഫോർ എക്സാമ്പിൾ പറയാണ്, എനിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഇന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇങ്ങനെ കൗൺസിലിംഗ് വേണം. അങ്ങനെ നിങ്ങളെല്ലാവരും ജനറൽ ആൻസറാണ് അറിയുന്നത്. ജനറൽ ആൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് റീച്ച് ആവില്ല. ഫോർ എക്സാമ്പിൾ അല്ലേ? സിറാജേ പറഞ്ഞോ. ഒന്നോടും താല്പര്യങ്ങളില്ലാതിരുന്ന സമയത്ത്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ? അല്ല, അങ്ങനെ ഒരു ഉത്തരം കറക്റ്റാണ്. കല്യാണം കഴിഞ്ഞു, പ്രത്യേകിച്ച് ഒന്നിനോട് താല്പര്യമില്ല, ഭാര്യ പ്രശ്നമായി. കറക്റ്റ് അല്ലേ? ഓക്കെ, അങ്ങനെ ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ ചാനൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഒരു പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. ഓക്കെ, കറക്റ്റ്. ഗീതാഞ്ജലി പറഞ്ഞ പോലെ എക്സാമിനേഷൻ വന്ന സമയത്ത് എക്സാമിനേഷൻ വേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ബ്രേക്കപ്പ് ആവുമ്പോൾ വേണ്ടി വരും. ഓക്കെ, ബ്രേക്കപ്പിനെ കുറിച്ച് മാത്രം ഒരു റിസർച്ച് നടത്തിയ ആള് നമ്മളെ കൂടെ ഉണ്ട്. ശിവലയുടെ ഡിഗ്രി പ്രൊജക്ട് ശിവലയ ചെയ്തത് ബ്രേക്കപ്പിനെ കുറിച്ച് മാത്രമായിരുന്നു ഇത്രേ. അപ്പൊ ആ വിഷയമായി എന്ത് നമുക്കൊരു എക്സ്പേർട്ട് നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ ശിവലയ? റൈറ്റ്, ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ കുറെ നമ്മുടെ മൈൻഡിലുള്ള കുറെ തോട്ട്സ് ആണ് ഇന്ന സംഭവങ്ങൾക്ക് നമുക്ക് കൗൺസിലിംഗ് വേണം എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ കൗൺസിലിങ്ങിനെ കുറിച്ചിട്ട് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്, കൗൺസിലിംഗ് എന്തിന് പറ്റില്ല എന്ന് മനസ്സിലാക്കണം. പ്യുവർ മാനസിക രോഗമാണെങ്കിൽ കൗൺസിലിംഗ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യരുത്. ഓക്കെ, ഒരാൾക്ക് മാനസിക രോഗമാണെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് അവിടെ അപ്ലൈ ചെയ്യരുത്. അപ്പം മാനസിക രോഗത്തിന്റെ കാറ്റഗറൈസേഷൻ ഒക്കെ വരും. അത് നിങ്ങൾ കുറച്ചും കൂടി കഴിയുമ്പോൾ പഠിക്കും. ഇതെങ്ങനെ മാനസിക രോഗമാണോ അല്ലേ, എങ്ങനെ സാറെ മനസ്സിലാക്കുക? ഒരാൾക്ക് എന്തോ ഒരു പേടി, അത് മാനസിക രോഗത്തിന്റെ ഭാഗമാണോ ഭാഗമല്ലേ എന്ന് എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, എങ്ങനെ അസസ്മെന്റ് ചെയ്യാം എന്നുള്ളത് കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കും. ക്ലിയർ? ഓക്കെ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നോർമൽ ആളുകൾക്കുള്ളതാണ്. കൗൺസിലിംഗ് ഫോർ നോർമൽ പീപ്പിൾ. കൗൺസിലിംഗ് ഫോർ നോർമൽ IQ എന്ന് പറഞ്ഞാൽ ബുദ്ധി അളക്കാൻ വേണ്ടി പറയുന്ന കോയിനാണ് IQ എന്ന് പറയാം കേട്ടോ. നോർമലായ ബുദ്ധിയുള്ള ആളുകൾക്കാണ് എന്ത് കൊടുക്കുക? കൗൺസിലിംഗ് കൊടുക്കുക. ഇത്രയും ക്ലിയർ ആണല്ലോ?
കൗൺസിലിങ്ങില് ഉപദേശം ഇല്ല. ക്ലിയർ ആണല്ലോ? കൗൺസിലിങ്ങിൽ ഉപദേശം ഇല്ല എന്ന് ഞാൻ ഇപ്പൊ പറയും. പിന്നെ ഒരു ഡയറക്റ്റീവ് കൗൺസിലിങ്ങിന്റെ പാർട്ട് വരുമ്പോൾ കുറച്ച് ഉപദേശത്തിന്റെ കാര്യം ഞാൻ പറയും. ഞാൻ കൗൺസിലിംഗ് ഇപ്പൊ ഉപദേശം ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം എന്താണെന്നറിയോ? ഈ ജോയിൻ ചെയ്തതിന് ശേഷം വേണം കുറച്ച് ആൾക്കാർക്ക് നിരന്ന് കൗൺസിലിംഗ് ഉപദേശം കൊടുക്കാനെങ്ങാൻ ആരും തീരുമാനിച്ചു വന്നാൽ കൗൺസിലിംഗിൽ ഉപദേശം പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. യു ഗെറ്റ് മീ? റൈറ്റ്. 2016 കാലത്ത് 16 ഒരു 26 വയസ്സായ ഒരാൾ എൻ്റെ ഒപിയിലേക്ക് വന്നു. എന്നിട്ട് എന്നോട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നു, കാലിൽ കയറ്റി വെച്ച് എന്നോട് പറഞ്ഞു, സാർ എനിക്ക് ചെറിയ 1-2 കൺഫ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സർ വാട്ട് ഐ ഹാവ് ടു ഡു എന്ന് വെച്ചു. ഞാൻ 2-3 ഏരിയയിലേക്ക് അയാളെ തിങ്ക് ചെയ്യിപ്പിച്ചിട്ട് സജഷൻസ് അയാൾക്ക് എന്നെ മോൾഡ് ചെയ്തു. എന്നിട്ട് ഫൈനലി എന്നോട് അയാൾ പറഞ്ഞു, നോ if I were in your place I definitely tell one advice. അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ നിർബന്ധമായിട്ട് എന്നോട് ഇന്നത് ചെയ്തോ എന്ന് പറയും. നിങ്ങൾ 2-3 ഓപ്ഷൻസ് അല്ലേ തന്നത്, ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങളോട് അങ്ങനെ പറഞ്ഞാ നിങ്ങളെ കോൺഫിഡൻസ് ലെവൽ എന്താവും? നിങ്ങളെ ഇമോഷൻ ലെവൽ എന്താവും? ഞാൻ അയാളോട് വളരെ പുഞ്ചിരിയോട് ചോദിച്ചു, നമ്മൾ തമ്മിൽ എത്ര നേരം സംസാരിച്ചു? 40 മിനിറ്റ് സംസാരിച്ചു. 40 മിനിറ്റ് സംസാരിച്ചിട്ട് നിങ്ങളെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്ത് തരികയാണോ ബെറ്റർ? 26 വർഷത്തോളം നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളെ അറിയാം, നിങ്ങൾ തീരുമാനം എടുക്കുകയാണോ ബെറ്റർ എന്ന് ചോദിച്ചു. അപ്പൊ അയാളൊന്നും മിണ്ടിയില്ല. അയാളൊന്നും അങ്ങനെ സൈലന്റ് ആയി. ഞാൻ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ഓക്കെ, അയാൾ പോയി. കുറെ കാലം കഴിഞ്ഞ് എന്നെ വന്നപ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര സ്നേഹവും ഭയങ്കര ഇഷ്ടമൊക്കെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പെർട്ടിക്കുലർ മൊമെന്റ് നമ്മളെല്ലാ ഒരു ഉപദേശമൊക്കെ നമ്മൾ ആഗ്രഹിക്കും, പക്ഷെ റിയാലിറ്റി നമ്മൾ ഉപദേശം കൊടുത്ത് വിടരുത്. ഡു യു ഗെറ്റ് മീ? അതിലേക്ക് ഞാൻ വരാം. ഇങ്ങനെയൊക്കെ അങ്ങ് പറയും, പൊന്നാറ സാറേ ഞാൻ നിങ്ങൾ അനിയനാന്നൊന്ന് വിചാരിക്കും. നിങ്ങൾ അനിയനെ നിങ്ങൾ കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? പറ, ലൈഫ് ഒരു അഡ്വൈസ് പ്ലീസ് പറയും. ജന്മത്തിൽ കൊടുത്തു വരും. ഓക്കെ, അതിലേക്ക് എത്തും, നമ്മൾ പറയാം. അപ്പൊ നമ്മുടെ ഇവിടെ ഇയാൾ പറയുന്നൊരു ഡയലോഗ് എന്താ? ഇയാൾക്ക് എപ്പോഴാ കൗൺസിലിങ്ങിന് ആവശ്യം തോന്നിയത് ചോദിക്കാം നമുക്ക്. ജഗദീഷിനോട് ചോദിച്ചാലോ? എന്നാ ചോദിക്ക്, പറ ജഗദീഷ് ഭായി, എപ്പോഴാണ് ആൾക്ക് ഒരു കൗൺസിലിംഗ് വേണ്ടത്? ആളെ വേദനിപ്പിക്കുന്ന തമാശ, അതിൽ തമാശയല്ല. ആൾക്കാരെ അവരുടെ രൂപത്തിന്റെ പേരിൽ, അവരുടെ നിറത്തിന്റെ പേരിൽ കളിയാക്കുക, അതൊക്കെ നമുക്ക് റിയലായിട്ട് തന്നെ തെറ്റായത് കൊണ്ട് മാത്രമല്ല, ഞാനൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ എനിക്കത് വല്ലാത്ത ഫീലിംഗ്. നമ്മളെ കളിയാക്കുക, എന്നെ കളിയാക്കാൻ തന്നെ ആവശ്യത്തിന് കാര്യങ്ങളുണ്ടല്ലോ എനിക്ക്, പിന്നെ എന്തിനു ഞാൻ മറ്റുള്ളവരെ കളിയാക്കണം? അത് എന്നെ ഞാൻ ശരിയാക്കിയിട്ട് പോരെ മറ്റുള്ളവരെ കളിയാക്കുന്നത്? ആളെ വേദനിപ്പിക്കില്ലേ? ഇതില് ഇയാള് ഒരു മാറ്റർ പറയുന്നത്, ഈ ഒരു സെന്റൻസ് നിങ്ങളൊന്ന് വായിച്ചേ. കൗൺസിലിംഗ് ഈസ് ആൻ interactive process that enable the individual to cope up with the situations. That enable the individual to cope up with situations or environment. ഏതു ആവാം കേട്ടോ. 3 ടെർമിനോളജി നിങ്ങളെ മനസ്സിലുണ്ട്. ഒന്ന്, കൗൺസിലിംഗ് ഈസ് എ ഇന്ററാക്റ്റീവ് പ്രോസസ് ആണ്. ആ ഇന്ററാക്റ്റീവ് പ്രോസസ്സിൽ enable the individual to cope up with the situation ആണ് ഇന്ററാക്റ്റീവ് പ്രോസസ്. ഈ ഇന്ററാക്ഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ഇന്ററാക്ഷൻ? ഇപ്പൊ അവിടെ ജഗദീഷ് പറഞ്ഞ ഡയലോഗ് ഉണ്ട്, കളറിന്റെ പേരിൽ കളിയാക്കുക, പിന്നെ എന്തൊക്കെ പറഞ്ഞേ? കളറിന്റെ പേരില് ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചിട്ട് തമാശയിൽ പറയുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും. കറക്റ്റ്. പക്ഷെ എപ്പോഴാണ് നമ്മൾ കൗൺസിലിംഗ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ ഈ കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് വേണ്ടി വരും? കൗൺസിലിംഗ് വേണ്ടി വരും. എനിക്കിപ്പോ ഞാനൊരു അഡോളസെന്റ് ആയി കഴിഞ്ഞാൽ എന്റെ ആദ്യത്തെ പ്രശ്നം സ്കിൻ കളർ ആയിരിക്കും. ആയിരിക്കാം, സാധ്യതയില്ലേ? ഇനി സ്കിൻ എങ്ങാനും ഒന്ന് ടക്കായി അടിപൊളി എന്ന് പറയില്ല, നമുക്കൊരു മെലാനിൻ കുറവാണെങ്കിൽ ഇച്ചിരി നല്ല
വെളുവെളുത്തിരിക്കും. അപ്പൊ ഈശ്വരൻ 4 പുള്ളിക്കുത്ത് എക്സ്ട്രാ തരും. അപ്പൊ പിന്നെ അടുത്ത പ്രശ്നം എന്തായിരിക്കും? പുള്ളിക്കുത്തായിരിക്കും. ആണ്. പിന്നെ ഈശ അതൊക്കെ സെറ്റ് ആക്കിയിട്ട് മുടി തരും. മുടി നല്ലോണം ഉണ്ടെങ്കിൽ അത് മെയിൻ്റെനൻസ് ആയിരിക്കും അടുത്ത ടാസ്ക്. അതില്ലാത്ത ആൾക്കാർക്ക് അതില്ലാത്തതായിരിക്കും അടുത്ത ടാസ്ക്. കറക്റ്റ്. ഇനി ഞാൻ മെലിഞ്ഞു പോയി കഴിഞ്ഞാൽ അടുത്ത ചോദ്യം മെലിച്ചിലിന് പ്രശ്നമായിരിക്കും. തടിച്ചു പോയാലോ? പിന്നെ തടിച്ചു എന്നുള്ള പ്രശ്നമായി. പിന്നെ അത് മെയിൻ്റെനൻസ് ആയി. മെലിഞ്ഞത് മെയിൻ്റെനൻസ് ആയി. തടിച്ചത് മെയിൻ്റെനൻസ് ആയി. വട്ടമുഖാണെങ്കിൽ അത് പ്രശ്നമായി. കൂർത്തമുഖാണെങ്കിൽ അത് പ്രശ്നമായി. പല്ല് കറക്റ്റ് ആണെങ്കിൽ അത് പ്രശ്നമില്ല. ഒന്ന് വിലങ്ങനെ തിരിച്ച് അങ്ങനെയൊക്കെ വരിക അല്ലെ, ഒന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വരും. അപ്പൊ അത് പ്രശ്നമായി. പിന്നെ അങ്ങനെ ഓരോ കുഞ്ഞു 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 കാര്യങ്ങളും പ്രശ്നമാവാൻ സാധ്യത ഉണ്ടോ ഇല്ലേ? തീർച്ചയായും. അല്ലേ? ഒരാളെ പ്രശ്നം മറ്റൊരാൾക്ക് മനസ്സിലാവോ? ഇല്ല. ഓരോ അഡോളസെന്റ് കുട്ടികളുടെ ഉള്ളിലും ഓരോ പ്രശ്നങ്ങളാണ്. നമ്മള് രക്ഷിതാക്കൾ നോക്കുമ്പോൾ എന്തിനാണ് ഇപ്പൊ അങ്ങനെയൊക്കെ ആലോചിക്കുന്നത്, എന്തിനാ ഇപ്പൊ എങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. കറക്റ്റ്. നമുക്ക് അഡോളസെൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ സെപ്പറേറ്റ് പഠിക്കാണ്ട് നമ്മുടെ 3rd പേപ്പറിൽ. അതിലേക്ക് എത്തുമ്പോൾ അവരുടെ ഓരോ ഫീലിങ്സ് നമ്മളൊന്ന് കണക്ട് ചെയ്യും. അപ്പൊ ഈ ഡെഫിനിഷൻസിൽ പറഞ്ഞൊരു സംഭവം എന്താ, അല്ലെങ്കിൽ ഈ മീനിങ്ങിലേക്ക് പോകുമ്പോൾ ആർക്കാണ് കൗൺസിലിംഗ്? ആർക്കും കൗൺസിലിങ്ങിന് ആവശ്യമാണ്. ആർക്കും വരാം, എപ്പോഴും വരാം, എങ്ങനെയും വരാം അല്ലേ? നമുക്കൊരു പ്രൊഫഷണൽ നമുക്ക് നമ്മുടെ ഫീലിങ്സ് ഒന്ന് ഷെയർ ചെയ്യാൻ, പ്രഷർ കുക്കറായി പൊട്ടാതിരിക്കാൻ, നമ്മുടെ ഫീലിങ്സ് ഒക്കെ നമ്മളിങ്ങനെ കുഞ്ഞു 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 സംഭവങ്ങളായിട്ട് ഇങ്ങനെ റേറ്റ് ചെയ്യണം. അത് നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അതെന്ത് ചെയ്യും? വെയിറ്റ് കൂടി 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 വരും. പിന്നെ എപ്പോഴെങ്കിലും അത് പൊട്ടും. കറക്റ്റ്. അത് വിഷമാണെങ്കിലും സന്തോഷം മാത്രം നമ്മൾ എപ്പോഴും വെന്റിലേറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കും. വിഷമം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? സേവിങ് ഡെപ്പോസിറ്റ് എപ്പോഴും എന്താ പോവാ? ഫിക്സ്ഡ് അസറ്റ് ആയിട്ട് എപ്പോഴും നമ്മൾ സൂക്ഷിക്കുന്ന സാധനം എന്ത് മാത്രമേ ആയിരിക്കും? ചിലപ്പോൾ ബാങ്കുകാർക്ക് മനസ്സിലാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞില്ല. അതാണ് ഫിക്സ്ഡ് അസറ്റ് ആക്കി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണമൊക്കെ നമ്മുടെ സങ്കടങ്ങളും. നമ്മൾ എപ്പോഴും ഇങ്ങനെ ട്രാൻസാക്ഷൻ നടന്ന കറണ്ട് അക്കൗണ്ട് ആയിട്ട് ഡീൽ ചെയ്യുന്ന ഏതായിരിക്കും? നമ്മുടെ സന്തോഷങ്ങളായിരിക്കും. കറക്റ്റ് അല്ലേ? എന്നിട്ട് ഫിക്സ്ഡ് എല്ലാം കൂടി 4 കൊല്ലം 5 കൊല്ലം കഴിയുമ്പോൾ എടുക്കാൻ നോക്കുമ്പോൾ ഒരു വലിയ എമൗണ്ട് ആയി എടുക്കുന്നുണ്ടായിരിക്കും. നമുക്ക് താങ്ങാൻ കഴിയാത്ത അത്രയും വലിയൊരു പ്രശ്നമായിട്ട്. അപ്പോഴാണ് ഈ ഫാമിലിയിൽ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവുക. കറക്റ്റ്. അപ്പൊ നമ്മൾ വീണ്ടും നമ്മൾ മാറ്ററിലേക്ക് വരികയാണ്. നമ്മൾ എനേബിളിംഗ് ദ ഇൻഡിവിജ്വൽ ടു കോപ്പ് അപ്പ് വിത്ത് ദി എൻവയോൺമെന്റ്. അത് 3 കാര്യങ്ങൾക്ക് ഞാൻ അടിവരട്ടിട്ടുണ്ട്. കണ്ടോ? എന്തിനൊക്കെ അടിവരട്ടെ? 1 എനേബിൾ, 2 കോപ്പ് അപ്പ്, 3 സിറ്റുവേഷൻസ്. ഇപ്പൊ 3 ഏരിയ. 1 എനേബിൾ എന്ന് പറയും, അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇന്ററാക്ഷൻ. ഒരു കൗൺസിലറുടെ അടുത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വരികയാണെങ്കിൽ ഇന്ററാക്ഷൻ എപ്പോൾ മുതലാണ് നടക്കുന്നത്? അല്ലെങ്കിൽ പോട്ടെ, ഒരാൾ നിങ്ങളുടെ കൺസൾട്ടേഷന് വന്നു, ഇങ്ങനെ ഇരുന്നു, ആ കൺസൾട്ടിങ് വലിയ താല്പര്യമില്ല അല്ലേ? ഇങ്ങനെ ആകുമ്പോൾ ഇന്ററാക്ഷൻ നടക്കുമോ? ഇല്ല. ഓൾറെഡി സ്റ്റാർട്ടഡ്. കറക്റ്റ്. ഓൾറെഡി സ്റ്റാർട്ടഡ്. ചെങ്ങായി, എനിക്ക് പരിപാടിക്കൊന്നും താല്പര്യമില്ല, എന്റെ താല്പര്യമില്ലാതെ എന്നോട് കൂടെ കൊണ്ടുവന്ന് എന്നെ വെറുപ്പിക്കല്ലേ, ദയവേത് എന്നെ പറഞ്ഞയച്ചോ എന്ന് ആൾറെഡി ആര് പറഞ്ഞു? ഒരു കാര്യം കൂടി ആ കുട്ടി, ഞാൻ മാന്യനായതുകൊണ്ട് നിങ്ങളോടൊന്നും പറയുന്നില്ല. കറക്റ്റ്. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പേ ഇന്ററാക്ഷൻ നടന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ ഈ കൗൺസിലിംഗ് ഒക്കെ പഠിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ എന്ത് കരുതി അറിയോ? കൗൺസിലിംഗ് ഒക്കെ നിങ്ങൾ പഠിക്കുന്ന അറിയുമ്പോൾ എല്ലാവരും നിങ്ങൾ കൺസൾട്ടേഷൻ ഒക്കെ പറയും. ഒരിക്കലും പോകുന്നും വരുന്ന വഴിയിൽ നിന്നൊന്നും കൗൺസിലിംഗ് കൊടുക്കരുത്. നിങ്ങളിങ്ങനെ കിച്ചണിൽ ഭയങ്കരമായിട്ട് എന്തെങ്കിലും 10 രൂപ വരുത്താ, അപ്പൊ എടി ഇതിനെ നോക്കിയാ, ഈ കൗൺസിലിംഗ് ഒക്കെ പഠിച്ചല്ലേ, ഇത് നോക്കിയാന്ന് പറയുമ്പോ ആ മോനെ പറയും എത്തലാ പഠിക്കണേ, ഇങ്ങനെ ആക്കിയാണ്ടൊന്നും ഒരു നിലക്കും ഇത് കൊടുക്കരുത് ട്ടാ. കറി ഇങ്ങനെ മീനൊക്കെ മുറിക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് ഗോൾ സെറ്റിംഗ് വേണമല്ലേ, എൻ്റെ പിന്നെ എന്താണ് എൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാ, എൻ്റെ വീക്ക്നെസ് എന്തൊക്കെയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഷോർട്ട് അനാലിസിസ് നടത്തരുത്. ഡു യു ഗെറ്റ് മീ? Everything have a place. Everything should be in its place.
ഓക്കെ, നിങ്ങൾ അടുത്തേക്ക് കൺസൾട്ടേഷൻ കുട്ടീനെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ അതിനുള്ള ഒരു ക്യാബിൻ നിങ്ങളെ വീട്ടിലവിടെ സെറ്റ് ചെയ്യണം. റൂമിലാവരുത്, ഓഫീസ് റൂം ആയിക്കോ, കുഴപ്പമില്ല. അതിനുള്ള സംവിധാനങ്ങൾ നിങ്ങളുടെ ജസ്റ്റ് ടേബിളും 2 ചെയർ ഇട്ടാൽ മതി. സ്റ്റാർട്ട് ചെയ്തോ, കോഴ്സ് ഒക്കെ തുടങ്ങിയല്ലോ. നിങ്ങൾ ജനറൽ കൗൺസിലിംഗ് ഫീസ് ഒന്നും വാങ്ങണ്ട, ജനറൽ ഗൈഡൻസ് കൊടുത്തോ, ബാക്കി ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? എന്നിട്ട് അപ്പൊ നമുക്ക് ആൾ വരുമ്പോ നമ്മൾ കൺസൾട്ടേഷൻ എടുത്ത് കുട്ടി അവിടെ തന്നെ ചെയ്യാവൂ. വരാന്ത അപ്പുറപ്പുറം അങ്ങനെ ഒന്നുമില്ല. വരുന്ന ഓൺ ദി സ്പോട്ട് കൊടുക്കരുത്. മുൻകൂട്ടി നിങ്ങളോട് പറയുകയും മുൻകൂട്ടി നിങ്ങൾ ടൈം കൊടുക്കുകയും വേണം. എന്തിനാ മുൻകൂട്ടി ടൈം കൊടുക്കാന്ന് പറയുന്നത്? എന്തിനാ പറ, എന്തിനാ മുൻകൂട്ടി ടൈം കൊടുക്കുന്നത്? പ്രൊഫഷണലിസം ആണോ? മുൻകൂട്ടി ടൈം കൊടുക്കും, നമുക്കൊന്ന് കുളിച്ച് മാറ്റി വൃത്തിയാവണ്ടേ? എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മൾ കുളിച്ച് മാറ്റി വൃത്തിയാകുന്നത് ഒരു ഘടകം മാത്രമല്ല. മുൻകൂട്ടി ആവുമ്പോൾ നാളെ 10 മണിക്ക് ആ സാറെടുത്ത് പോവാണ്ട്, നാളെ 10 മണിക്ക് അവിടെ പോവാണ്ട്, നാളെ 10 മണിക്ക് അവിടെ പോവാണ്ട് എന്ന് ഒരു 2 ദിവസം മുമ്പേ ആ വീട്ടിൽ മുഴുവൻ ഡിസ്കഷൻ ഉണ്ടാവും. ഓക്കെ, ആ കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡ് കംപ്ലീറ്റ് ഐ ഹാവ് ടു ഗോ ടു മീറ്റ് എ സൈക്കോളജിസ്റ്റ്, സോ ഐ കാണ്ട് സേ എനി റോങ് ആൻസേഴ്സ്, ഐ കാണ്ട് ലൈ, and he will find out all the things in my life and I have to be there എന്നുള്ള ഒരു സബ് കോൺഷ്യസ് കമാൻഡ് അവിടെ പോയിക്കൊണ്ടേയിരിക്കും. കറക്റ്റ്. ഇനി ഒരു പ്രോബ്ലം സോൾവിങ്ങിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, മൈൻഡ് ഹീൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, അയാളെ മൈൻഡിൽ 2 days ബിഫോർ ഇറ്റ് സെൽഫ് വിൽ സ്റ്റാർട്ട് ടു സേ ഹിംസെൽഫ്, ഓക്കെ ഇറ്റ് വിൽ ബി ഫൈൻ വെൻ ഐ മീറ്റ് ഹെർ, ഇറ്റ് വിൽ ബി ഫൈൻ വെൻ ഐ മീറ്റ് ഹെർ എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. ക്ലിയർ? ബുക്കിംഗ് കൂടുതൽ ഡോക്ടർമാര് കിട്ടാത്ത ഡോക്ടർമാരുടെ പോയ അസുഖം വേഗം മാറാറുണ്ട്, ഇല്ലേ? വൈ? യു ആർ ടീച്ചിങ് യുവർ സബ് കോൺഷ്യസ്. ഞാൻ പ്രത്യേകം നിങ്ങളോട് കാര്യം പറയാണ്, ഒരു കാരണവശാലും മക്കളോട് രാവിലെ എണീറ്റ് കമന്റ് പറയുമ്പോൾ, പഠിക്കുന്ന കാര്യം പറയുമ്പോൾ, ഉറങ്ങാണ് ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ സ്കൂളിൽ പോയാൽ എനിക്ക് ഒന്നും പഠിക്കാൻ കഴിയില്ല, ഈ എന്നെ എൻ്റെ ക്ലാസ് ഏറ്റവും മണ്ടൻ എന്ന് പറയുന്ന രൂപത്തിൽ ഒരു കമന്റ് നിങ്ങൾ ആരും രാവിലെ വീട്ടിൽ കൊടുക്കരുത്. ക്ലിയർ? തമാശക്കാണെങ്കിൽ പോയി മോനെ പോയി, ലൈഫ് പോയി, ഇന്ന് ഫുൾ എനിക്ക് പരാജയിക്കൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞ കമന്റ് ഉണ്ടല്ലോ, ഒരിക്കലും കൊടുക്കരുത്. ഭർത്താക്കന്മാർ ബിസിനസ്സിലേക്ക് പോവാണെങ്കിൽ ഒരു പണിക്ക് പോയി ഒരു കാര്യമില്ല എന്നൊക്കെ ഉള്ള ഫീലില്ല. രാവിലെ തന്നെ ഫോണിൽ ഇങ്ങനെ ഫയറായി നിൽക്കുന്ന സമയത്ത് അങ്ങനെ കമന്റ് നിങ്ങൾ ചെയ്യരുത്. ക്ലിയർ? എനിക്ക് നല്ലോണം കിട്ടും, എനിക്ക് നല്ലോണം കിട്ടിക്കോളും, മദ്രസ ഉസ്താദിന്റെ അടുത്ത് നല്ലോണം കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ടീച്ചറോട് നല്ലോണം കിട്ടും, എനിക്ക് ഒന്നും കിട്ടില്ല, ഒന്നും എഴുതിയില്ല, ഒന്നും ചെയ്യില്ല, ഇങ്ങനെ നെഗറ്റീവിസങ്ങൾ പറഞ്ഞ് സ്റ്റേറ്റ് ചെയ്ത് പോകരുത്. കാരണം അത് നമ്മുടെ സബ് കോൺഷ്യസ് റീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ? ഓക്കെ. നിങ്ങൾ ഇനി ഒരു കേസ് ഡീൽ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ പോലും എന്താവോന്ന് അറിയരുത്, ആ കയ്യിൽ നിന്ന് പോയി, എനിക്കൊന്നും അറിയില്ല. ഒരാളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ പോലും അങ്ങനെ പറയരുത്, എനിക്കൊന്നും അറിയില്ല, നമുക്ക് വേണമെങ്കിൽ നോക്കാം, എനിക്ക് കഴിയുമെന്ന് അറിയില്ല, ഇങ്ങനെ പറയരുത്. യു ഗെറ്റ് മീ? റൈറ്റ്? നിങ്ങൾ എന്നോട് പറഞ്ഞോ സാർ എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട്, എന്താ ചെയ്യാന്ന്, വേറെ ആളോട് പറയരുത്. ഓക്കെ? നിങ്ങൾ പറയുന്നതോടും നിങ്ങളെ മനസ്സിൽ പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ മുതിരരുത്. അപ്പൊ നമ്മൾ എവിടുന്നാ പോയത്? എനേബിളിംഗ് എന്ന് പറയുമ്പോൾ എനേബിളിംഗ് ഇപ്പൊ ഇന്ററാക്റ്റീവ് പ്രോസസ് ആണ്. അപ്പൊ ഒരാൾ വന്ന് ഇരുന്നാൽ തന്നെ ഇന്ററാക്ഷൻ ആയി, മിണ്ടിയില്ലെങ്കിൽ കൂടി ഇന്ററാക്ഷൻ ആയി, ഇന്ത്യയിലും ഇന്ററാക്ഷൻ ആയി. ഓക്കെ, ഹലോ, ഓക്കെ. കൈ ഇങ്ങനെ കെട്ടിയിരുന്ന ഇന്ററാക്ഷൻ ആയി, തല ഇങ്ങനെ ആലോചിച്ചിരുന്ന ഇന്ററാക്ഷൻ ആയി, കമ്മ്യൂണിക്കേഷന്റെ ഇടയിൽ ഇങ്ങനെ ചൊറിഞ്ഞാൽ ഇന്ററാക്ഷൻ ആയി, പണ്ടാരം തീരുന്നില്ല ഇയാളെ വെറുപ്പിക്കല് ഇന്ററാക്ഷൻ. ക്ലിയർ? ഇതൊക്കെ ഇന്ററാക്ഷനാ. ഇങ്ങനെ ഇരിക്കുക വിചാരിക്കേ, അത് അതിലേറെ ഇന്ററാക്ഷനാ. നിങ്ങൾ കൗൺസിലർ ആണെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്, എന്തൊക്കെയാ പ്രശ്നങ്ങൾ? ഇത് വലിയ ഇന്ററാക്ഷൻ ആണ്. ഐ എം നോട്ട് കോൺഫിഡൻറ്റ് എന്നുള്ളതാണ് ആ ഇന്ററാക്ഷൻ. കറക്റ്റ്? നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെ ഇരിക്കേണ്ട ബോഡി, ഇങ്ങനെ ഇരിക്കേണ്ട ബോഡി താന്നിട്ട് ഷോൾഡറൊക്കെ താന്ന്, ഈ പണ്ട് മൻമോഹൻ സിംഗ് ഇരിക്കുന്ന ഒരു രംഗമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മൻമോഹൻ സിംഗ് എങ്ങനെ ഇരിക്കുക? വീണു വീണില്ല, കണ്ടില്ലേ?
മൻമോഹൻ സിംഗിന്റെ പഴയ പോസ്റ്റർ കണ്ടണ ഇരിക്കുന്നേ? ഷോ നമുക്ക് ചോദിച്ചു നോക്കാം. കാരണം മൻമോഹൻ സിംഗിന്റെ എല്ലാവിധ പിന്നെ പോസ്റ്ററുകളിലും നമുക്ക് കാണാൻ സാധിക്കും മൂപ്പര് ചെയറിന്റെ ഒരു 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 തമ്പിലിരിക്കുക അല്ലേ? അല്ലേ? മൻമോഹൻ സിംഗിനെ അറിയാം നമുക്ക്. അല്ല അതും പറയാൻ പറ്റൂല. എങ്ങനെ? മനസ്സിലായില്ല. ഇപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് മൻമോഹൻ സിംഗിനെ അറിയോന്ന് ചോദിച്ചു. എല്ലാവർക്കും അറിയാന്ന് പറഞ്ഞു. കുറെ ആളുകളെ മുഖം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇയാൾ എവിടോ കേട്ടൊരു ഫീൽ ഉണ്ടല്ലോ, ആരാന്നൊരു പിടുത്തമില്ലാത്ത രൂപം. അപ്പൊ ഞാൻ മൻമോഹൻ സിംഗിന് അവൈലബിൾ ആവുമോ നോക്കാണ്. മൻമോഹൻ സിംഗ് അയാൾ ഇരിക്കുന്ന പൊസിഷനുകൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് മൂപ്പര് ഒരു മീറ്റിങ്ങിൽ മൂപ്പര് ഇരിക്കല്. എപ്പോഴും ചെയറിന്റെ ഒരു അറ്റത്തെ മൂപ്പര് ഇരിക്കുള്ളൂ. ശ്രദ്ധിച്ചണോ? നെക്സ്റ്റ് ടൈം ഇനി നിങ്ങൾ ഏതെങ്കിലും ഇത് നോക്കുകയാണെങ്കിൽ മൂപ്പര് 4 ആൾക്കാരെ കൂടെ 2 ആൾ മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ മൂപ്പര് അങ്ങനെ ഒരു പാവ മനുഷ്യനെ പോയി. ഓക്കെ ഫൈൻ, കം ബാക്ക്. നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മള് പരിപാടി നടക്കില്ല. ശരി, അപ്പോ നമ്മൾ എവിടെ പറഞ്ഞ ലാസ്റ്റ്? ഇന്ററാക്ഷൻ. അപ്പൊ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഇറ്റ്സെൽഫ് ഇന്ററാക്റ്റീവ് പ്രോസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക. ഇന്ററാക്റ്റീവ് പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജും നമ്മുടെ കമ്മ്യൂണിക്കേഷനും എല്ലാ കാര്യങ്ങളും ഇന്ററാക്ഷൻ ആണ്. അത് ഇന്ററാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മളോട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിൽ എന്ത് നടക്കുന്നുണ്ട്? ഇന്ററാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും. മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും ഇന്ററാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ദൈവം ശ്രദ്ധിക്കുക. ഓക്കെ, ശരി. അപ്പൊ സംസാരിച്ചു കഴിഞ്ഞാൽ വെർബൽ ഡയലോഗ്സ് ആണെങ്കിൽ വെർബൽ ഡയലോഗ്സ് കൂടുതൽ വരികയാണ്. സംസാരിക്കുകയാണെങ്കിൽ വോയിസ്, ടോണ്, കാര്യങ്ങൾ അതിനനുസരിച്ചൊക്കെ എന്താണ് ഇന്ററാക്ഷൻ. അതൊക്കെ നമ്മുടെ സ്കിൽസിലേക്ക് പോകുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പം സിമ്പിളായി പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇന്ററാക്റ്റീവ് പ്രോസസ്. ടെർമിനോളജി പഠിച്ചു. എനേബിളിംഗ് ദ ഇൻഡിവിജ്വൽ, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ആൾറെഡി എനേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടെങ്കിൽ ആ സ്വിച്ച് ഓൺ ആക്കുന്ന പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയാ? എനേബിൾ എന്ന് പറയാം. അല്ലാത്ത സംഭവങ്ങൾക്ക് നമ്മൾ ക്രിയേറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, ഈ റൂമിൽ ലൈറ്റ് എനേബിൾ ചെയ്യാൻ സ്വിച്ച് ഇട്ട ലൈറ്റ് എനേബിൾ ആയി. കാരണം there have the existence of that particular power. So we have to believe that all the individual have their own power to heal out, sort out their issues. You get me? അതാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിന്റെ ഒരു കൺസെപ്റ്റ്. കാരണം നമുക്ക് you have your own potential to cope up, you have your potential to overcome every situation you are facing, but now a present time at this moment you are not able. ഇപ്പൊ നമ്മൾ നല്ലോണം ഒരു ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നല്ല ലോങ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളൊരു ഇതിനൊരു കയറിയ സമയത്ത് മൊത്തം ഡാർക്കായി അല്ലെ? തുരങ്കത്തിലേക്കൊക്കെ കയറുന്ന സമയത്ത് മൊത്തം ഡാർക്ക് ആവും. ആ പെർട്ടിക്കുലർ മൊമെന്റ് വി നീഡ് എ ലൈറ്റ്. അത് മാത്രമാണ് കൺസൾട്ടേഷൻ, കൗൺസിലിംഗ്. എന്ന് നിങ്ങൾ ചിന്തിക്കണം. അല്ല നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ അടുത്ത് ഇൻഫർമേഷൻ എല്ലാം കൂടി കുത്തി നിറച്ച് ആൾ റെഡിയാക്കി എടുക്കൊന്നുമല്ല. റൈറ്റ്? അപ്പം എനേബിളിംഗ് ദ ഇൻഡിവിജ്വൽ എന്നുള്ളൊരു പരിപാടി. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ട ഒരു രംഗമുണ്ട്, നോക്കണേ. നെക്സ്റ്റ് ഈ കുട്ടിയുടെ വീഡിയോ നോക്കണേ. Thank you, God. Thank you, God, for the world so sweet. Thank you, God, for the food we eat. Thank you, God, for the mustard. Thank you, God, for the everything. Okay. എന്താ ചെയ്തേ? എനേബിൾ. ആ സമയത്ത് പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല. എനേബിളിംഗ് പ്രോസസ്സിംഗ് ആണ്. So counseling is a process of enabling the individual. Already have the capacity, everything already have within the client. So we are switching on. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുന്നേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഫങ്ഷൻ വയറിങ് എവിടോ ഒരു കണക്ഷൻ പോയി കിടക്കാണ്. ആ കണക്ഷൻ ജസ്റ്റ് ഓപ്പൺ ആക്കുന്നേ ഉള്ളൂ. ഓക്കെ, ആ ഓപ്പൺ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വയറിങ്ങിനെ കുറിച്ച് ശരിക്കും പഠിക്കണം. അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു 1 year കോഴ്സ് ഒക്കെ എടുത്ത് പഠിക്കുന്നത്.
കറക്റ്റ് അല്ലേ? നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന മനുഷ്യ മനസ്സിനെയല്ലേ? എനിക്കറിയാം നിങ്ങളിപ്പോൾ ഈ ഒരു കോഴ്സ് അന്വേഷിച്ച സമയത്ത് 1 മാസം കൊണ്ടും 2 മാസം കൊണ്ടും ഒക്കെ സർട്ടിഫിക്കറ്റ് ഇഷ്ടംപോലെ കോഴ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പല സ്ഥലങ്ങൾ ഓൺലൈനിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് സംഭവം കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു സംഭവം നിങ്ങൾ ഒരു 1 ഇയർ തീരുമാനിക്കുന്നു. ഒരു ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 സെക്കൻഡിൽ അത് 3 സെക്കൻഡിലെ റീൽ തീരുമാനിക്കും 15 സെക്കൻഡ് റീൽ കാണണമെന്നുള്ളത്. കറക്റ്റ് അല്ലേ? 3 സെക്കൻഡോടെ 15 സെക്കൻഡ് റീൽ കാണാൻ നമ്മൾ തീരുമാനിക്കുക. അതിന്റെ ക്ലാരിറ്റിയും പിക്ചറൈസേഷൻ എല്ലാം കൂടി ആലോചിച്ച് നമ്മൾ തീരുമാനം തന്നെ എടുക്കുക. നമ്മൾ തീരുമാനിക്കുന്നത് ഒരു 1 ഇയർ 10 മാസം എങ്ങനെ പോവാം എന്നുള്ളതാണ്. ആ 10 മാസം തന്നെ 10 ദിവസം പോലെ പോകും നമുക്ക്. ഓക്കെ, ക്ലിയർ? നമുക്ക് ഈ മാസം ലാസ്റ്റ് സൺഡേ നമ്മുടെ ഓഫ്ലൈൻ സെറ്റ് ചെയ്യാം. നമ്മളെ ഫസ്റ്റ് ഓഫ്ലൈൻ ക്ലാസ് ജൂലൈ മാസത്തിലെ ലാസ്റ്റ് സൺഡേ. ഡേറ്റ് എന്നാ? 27th സൺഡേ. നമ്മള് ഈ ജിദ്ദയിലും ഇവിടൊക്കെയുള്ള ആൾക്കാര് അവര് നമ്മളെ ഓൺലൈനിൽ നമുക്ക് അവരെ ആശംസിക്കും. ബാക്കിയുള്ള നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടി നോക്കാം. ദൂരെയുള്ള ആൾക്കാർക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ദാറ്റ് വിൽ ബി വൺ ഓഫ് ദ മാജിക്കൽ എക്സ്പീരിയൻസസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ്. ജസ്റ്റ് മാത്രം പറയാണ് ഓഫ്ലൈൻ ക്ലാസ്സിനെ കുറിച്ച്. ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മളാരും നിർബന്ധിക്കാറില്ല, കാരണം ഒരുപാട് ലോങ് എന്നുള്ള ആളുകളുള്ളതുകൊണ്ട്. ബട്ട് ഓക്കെ, പറയാം. കം ബാക്ക് ടു അവർ ടോപ്പിക്. നമുക്ക് മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു, പറന്നുകൊണ്ടിരിക്കുന്നു. 1 മണിക്കൂർ കഴിഞ്ഞു, നിങ്ങൾ അറിഞ്ഞോ? ശരി, ഇപ്പോഴും നമ്മൾ മീനിങ്ങിൽ മാത്രമാണ്. ഞാൻ ആദ്യത്തെ ഇൻട്രോ ക്ലാസ് പറഞ്ഞിരുന്നു, നമ്മുടെ പുസ്തകം നോക്ക്, ഇതാണ് നിങ്ങളുടെ പുസ്തകം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പുസ്തകം, ഫസ്റ്റ് പേപ്പർ. ഈ പേപ്പറിലെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഈ പേപ്പറിലെ 1ാമത്തെ പേജ് ഇങ്ങനെ മറിച്ച് കഴിഞ്ഞാൽ മീനിങ്, 1ാമത്തെ പേജ് കഴിഞ്ഞാൽ എൻ്റെ തള്ളു കാണാൻ, ബ്യൂട്ടി ഓഫ് ലൈഫ് ലൈസ് ഇൻ നോയിങ് സൈക്കോളജി ഓഫ് ലിവിങ്. ജീവിതം സുന്ദരമാണ്, ജീവിക്കാനുള്ള മനഃശാസ്ത്രം അറിയുമെങ്കിൽ. എന്താണ്? ജീവിതം സുന്ദരമാണ്, ജീവിക്കാനുള്ള മനഃശാസ്ത്രം. ആ കോട്ട് പറഞ്ഞിട്ട് കുറച്ച് ചെറിയ ക്ലാസ് തുടങ്ങിയതാണ് ഇത്രയും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനായി മാറിയത്. പിന്നെ 1ാമത്തെ യൂണിറ്റിന്റെ 1ാമത്തെ വരി മാത്രമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ? അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ ഓൺലൈൻ ക്ലാസ് മിസ് ചെയ്യരുത്. ഓൺലൈൻ ക്ലാസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ് റെക്കോർഡിങ്സ് നിർബന്ധമായും കേൾക്കണം. ഓക്കെ, our session will be entirely different from our exam viewpoint. Clear? Examinations with the counseling is an interactive process to enable the individual to cope with situations. So let me explain the ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയാം. പിന്നെ പുസ്തകത്തിൽ ഡീറ്റെയിൽ കോപ്പി നിങ്ങൾക്ക് അവൈലബിൾ. ഹാർഡ് കോപ്പി വേണമെങ്കിൽ ഞാൻ അഡ്രസ്സ് പറഞ്ഞുതരാം. ഓഫീസിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഹാർഡ് കോപ്പി പോസ്റ്റൽ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. ബുക്കിന് ഹാർഡ് കോപ്പി വേണമെങ്കിൽ ബുക്കിന് 200 രൂപ കൊടുക്കണം, പിന്നെ പോസ്റ്റൽ പേയ്മെന്റ് കൊടുക്കണം. അല്ല, നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് വരുമ്പോൾ വാങ്ങിയാൽ മതി, അങ്ങനെ വാങ്ങിയാൽ മതി. ഓക്കെ, ശരി, കം ബാക്ക്. അപ്പൊ ഈ കുട്ടിയെ നമ്മൾ ചെയ്ത എന്താ? എനേബിൾ ദ ഇൻഡിവിജ്വൽ ടു കോപ്പ് അപ്പ്. അപ്പൊ ആ കുട്ടിയെ ടീച്ചർ എന്താ ചെയ്തത്? എനേബിളിങ്. കറക്റ്റ് അല്ലേ? ഇത്ര സിമ്പിൾ ആയിട്ടാണ്. ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു കൗൺസിലിങ്ങിന്റെ ഇന്റർവെൻഷൻ ആ ടീച്ചർ കൊടുത്തത് ജസ്റ്റ് സ്കഫോൾഡിങ് സപ്പോർട്ട് ആയിട്ടാണ്. ക്ലിയർ? യെസ്. ഇനി നമ്മൾ നോക്ക്, മീനിങ് ഓഫ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ചുവപ്പ് അടയാളം അവിടെ വന്നിട്ടുണ്ട്. എന്താണത്? കോപ്പ്. അപ്പം കോപ്പാണ് അല്ലേ എന്ന് പറഞ്ഞാൽ എനേബിളിംഗ് ദ ഇൻഡിവിജ്വൽ ടു കോപ്പ് അപ്പ്. കോപ്പ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോപ്പ് അപ്പ് എന്ന് പറഞ്ഞാല് പൊരുത്തപ്പെടുക എന്നാണോ? പൊരുത്തപ്പെടുക. വെരി ഗുഡ്. ദെൻ ഫിറ്റ് ചെയ്യുക മീൻസ് പിന്നെ ഫിറ്റ് ആക്കുക. ഓക്കെ, അതിലേക്ക് ഫിറ്റ് ആക്കുക. ഓക്കെ, ശരി. പിന്നെ സഹകരിക്കുക. പിന്നെ പിന്നെ സഹായിക്കുക. ഓക്കെ, പിന്നെ
കോപ്പ് അപ്പ് വിത്ത് എൻവയോൺമെന്റ്. കോപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ചോദ്യം. നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ ശരിയാണ്. ഒരു ബെറ്റർ വേയിൽ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. അപ്പം കോപ്പ് അപ്പ് എന്ന് പറയുമ്പം അക്സെപ്റ്റ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ചിലപ്പോൾ അവോയ്ഡ് ചെയ്യുക, ചിലപ്പോൾ റിജക്റ്റ് ചെയ്യുക, ചിലപ്പോൾ ഓവർകം ചെയ്യുക, റിയാലിറ്റിയിലേക്ക് എത്തുക. ഇതെല്ലാം എന്താണ്? കോപ്പപ്പാണ്. ക്ലിയർ? ഒരാൾക്കൊരു ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്കൊരാഗ്രഹം, അയാൾ കല്യാണം കഴിച്ച് അയാൾ വരികയാണ്, ഞാൻ ഭയങ്കരമായി ആഗ്രഹിച്ചിരുന്നത് എൻ്റെ ഭാര്യ ഒത്തിരി സംസാരിക്കുന്നവളും എന്നെ ഭയങ്കരമായി മോട്ടിവേറ്റ് ചെയ്യുന്നവളും എന്നോട് എപ്പോഴും കയറി വരുമ്പോഴേക്കും എനിക്ക് ചായ കിടന്ന് ഭയങ്കര സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന എന്തൊക്കെ ഭയങ്കര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ബട്ട് എൻ്റെ സാറേ, ഞാനവിടെ ചെന്നാൽ ചായ ടേബിളിൻ്റെ മേലെ ഉണ്ടാകും, കുഴപ്പമില്ല, ഫ്ലാസ്കൊക്കെ അവിടെ ഉണ്ടൊക്കെ സെറ്റാണ്. പക്ഷെ എന്നാൽ ഏട്ടാ ഒന്ന് ഇരിക്കുമെന്നോ കുടിക്കുമെന്നോ പറയൂല. എന്തെങ്കിലും സാധനം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പരാതികളും ഇല്ല, പരിഭവങ്ങളും ഇല്ല. നമ്മൾ കഴിക്കുകയാണെങ്കിൽ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ചോദിക്കുക, അതുമില്ല. ഞാൻ ആഗ്രഹിക്കുക അങ്ങനൊന്നുമല്ല ഞാൻ ആഗ്രഹിച്ചത്. ഇയാള് അവിടെ കോപ്പപ്പ് എന്ന് പറയുന്ന സമയത്ത് ഇയാൾക്ക് വരുന്ന കോപ്പപ്പ് എന്താ? അക്സെപ്റ്റൻസ് ആണ്. അയാളെ മാറ്റർ മാറണമെന്നുണ്ടെങ്കിൽ ആ ഭാര്യയെ അതുപോലെ അയാൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. റൈറ്റ്? കറക്റ്റ് ആണോ? അതുപോലെ സ്വീകരിക്കാത്തോടത്തോളം കാലം അയാളെ പരാതികൾ തീരുകയില്ല. തീരോ? ഇല്ല, തീരൂല. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പൊ എൻട്രൻസിനെക്കാൾ ചേർന്നു, ഭയങ്കര ആവേശകരമായി ഞാൻ എൻട്രൻസാണ് പഠിക്കുന്നത്, എനിക്ക് കോച്ചിങ്ങിന് പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചേർന്ന സമയത്താണ് 10 ഫുൾ A+, +2 ഫുൾ A+ എന്നൊക്കെ പറഞ്ഞിട്ട് പോയത്. പക്ഷെ അവിടെ എത്തുമ്പോഴാണ് യഥാർത്ഥ സ്ട്രഗിൾ എന്താന്ന് എപ്പോഴാണ് പഠിക്കുക? അവിടെ എത്തുമ്പോൾ. കറക്റ്റ്? ഇതാണില്ലേ പഠനം. അതേ റാങ്ക് ഇങ്ങനെ താഴോട്ടും മേലോട്ടും ഓടുമ്പോൾ ഇതാ കയ്യിൽ നിന്ന് പോയ പോലെ ഫീൽ ചെയ്യും. കറക്റ്റ്? അപ്പൊ അവിടെ കോപ്പപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെ ഓവർകം ചെയ്യലാണ്. കറക്റ്റ്? റെഡി? യെസ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇദ്ദേഹത്തിന് എന്താ പറയുക? ഇദ്ദേഹത്തിന് അറിയില്ലേ? ഇയാളെന്താ പറയുള്ളത്? ഇയാളെ അറിയോ? വീഡിയോയിൽ കാണുന്ന ആള് ഒരു ചുമര് കാണിച്ചിട്ട് ബീർബലിനോട് അക്ബർ പറയാണ്, ബീർബൽ അവിടെ ഒരു വാക്യം എഴുതും. എന്താ വിഷയം? ആ വാക്യം വായിച്ചാൽ സന്തോഷമുള്ളപ്പോ ദുഃഖം വരണം, ദുഃഖമുള്ളപ്പോ സന്തോഷം വരണം. ബീർബൽ മഹാബുദ്ധിമാനായതുകൊണ്ട്, വലിയൊരു ഹാസ്യകാരനായതുകൊണ്ട് അദ്ദേഹം ഒരു മിനിറ്റ് കളയാതെ അവിടെ എഴുതി വെച്ചു, ഈ നേരവും കടന്നുപോകും. തീർന്നല്ലോ, ഈ നേരം കടന്നുപോകും. കോപ്പപ്പ്. ചില കോപ്പപ്പ് ചില ആളുകളുടെ വാക്കുകളായിരിക്കും, ചില കോപ്പപ്പ് ചില വിശ്വാസങ്ങളായിരിക്കും, ചില കോപ്പപ്പ് ചില പ്രസൻസ് ആയിരിക്കും. Am I right? അല്ലേ? ഇപ്പൊ കോപ്പപ്പ് വിത്ത് എൻവയോൺമെന്റ് എന്ന് പറയുമ്പം അയാളെ എങ്ങനെയാണ് അയാളെ ഒരു എൻവയോൺമെന്റിലേക്ക് എനാബിൾ ചെയ്ത് ആ ഒരു സിറ്റുവേഷൻസിനെ കോപ്പ് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം, അതിനെ ഓവർകം ചെയ്യണം. അത് ഭയങ്കര ടാസ്ക്കാണ്. ഇതിൽ പറഞ്ഞ പോലെ ഈ സമയം കടന്നു പോകുമെന്ന് പറയുന്ന വാചകമായിരിക്കാം അയാളെ, ആ വാചകം വെച്ചിട്ടായിരിക്കും ഇയാളെ എനേബിൾ ചെയ്യുന്നത് എന്തിലേക്ക്? കോപ്പ് വിത്ത് സിറ്റുവേഷൻ. കറക്റ്റ് അല്ലേ? എനേബിളിംഗ് പ്രോസസ്സ് ഒരുപാടുണ്ട് കേട്ടോ. ഈ എനേബിളിംഗ് എന്ന് പറഞ്ഞ സാധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CBT കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കൊടുക്കുക, അല്ലെങ്കിൽ REBT കൊടുക്കുക, അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് കൊടുക്കുക, അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി അറിയുന്നവർക്ക് ഹിപ്നോതെറാപ്പി കൊടുക്കുക. അതൊക്കെ എനേബിളിംഗ് പ്രോസസ്സിംഗാണ്. അത് നമ്മൾ ലാസ്റ്റ് പിന്നെ പഠിക്കും. ഹിപ്നോതെറാപ്പി പഠിക്കില്ല, ബാക്കിയൊക്കെ പഠിക്കും. ക്ലിയർ ആയോ? ദെൻ എനേബിളിംഗ് ദി ഇൻഡിവിജ്വൽ ടു കോപ്പപ്പ് ചെയ്യാൻ ഈ സംഭവങ്ങൾ മുഴുവൻ ചെയ്യണം. സിറ്റുവേഷൻ മറികടക്കാൻ അയാൾക്ക് കഴിയണം. ക്ലിയർ? അപ്പോൾ ഒരു വാചകമാവാം. ഇപ്പം നമ്മുടെ വാചകങ്ങൾ, ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാക്കിൽ വരുന്ന ഓരോ വാചകങ്ങളും ഭയങ്കര സ്ട്രെസ് റിലീഫാണ്. കറക്റ്റ്? നമ്മുടെ അമ്മ, ഓക്കെ, നമ്മളെ അമ്മേൻ്റെ അടുത്ത് നമ്മൾ എന്ത് ഡയലോഗ് ഇട്ടാലും, സോപ്പിട്ടാലും പതിച്ചിട്ടില്ലെങ്കിൽ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവില്ലേ? എന്നാലും ഇച്ചിരി കൂടി പതപ്പിക്കണം എപ്പോഴും നല്ലതാണ്. പതപ്പിക്കുക എന്നൊരു
റിയൽ ലഫിനും പതിപ്പിക്കാന്നൊക്കെ പറയും. അത് ഫേക്ക് ഒന്നുമല്ല. കറക്റ്റ് കേട്ടോ? എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നത് നമ്മൾ തെറ്റൊന്നുമല്ല. ആണോ? അല്ല, അത് സന്തോഷമുള്ള കാര്യമാണ്. അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ചെറിയൊരു വർക്ക്ഷോപ്പ് എറണാകുളത്ത് ചെയ്യാൻ പോയിനെ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ശിവലീനയും അതേപോലെ നമ്മുടെ സെക്യൂറൊക്കെ ഉണ്ട്, അതിനൊക്കെ പരിചയപ്പെട്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൽ വേറൊരു ഒരാളുണ്ട്. ഞാൻ അയാൾക്ക് മുഹമ്മദ് അബൂബക്കർ എന്ന പേര്. ഞാൻ അബൂബക്കറിന് ഫോൺ ചെയ്തു കേട്ടോ. അബൂബക്കറിന് ഫോൺ ചെയ്ത സമയത്ത് ഇന്നലെ അവിടെ നിന്നൊക്കെ പോന്ന് ഡിസ്കണക്റ്റ് ആയല്ലോ. ഞാൻ വിളിച്ചു. എന്തേ ഷാഫി എന്തേ വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്ന് സ്നേഹിക്കാൻ വിളിച്ചതാണെന്ന് പറഞ്ഞു. അതിൽ മൂപ്പരങ്ങ് ചിരിച്ചു, ഭയങ്കര ചിരി. എന്നോട് ലോകത്ത് ഇതുവരെ ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് എന്നോട് ഞാൻ പറഞ്ഞു ഒന്നുമില്ല, നമ്മൾ ഒരുപാട് തരത്തിൽ നമുക്ക് സംസാരിക്കാം, വെറുതെ വിളിച്ചാന്ന് പറയാം. വെറുതെ വിളിച്ചാന്ന് ഒരിക്കലും പറയരുത്. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻ്റെ സുഖവിവരമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ്, എൻ്റെ സന്തോഷങ്ങൾ കേൾക്കാൻ വേണ്ടി വിളിച്ചാണ്, ഈ ഓക്കെ അല്ലേ, ഇറ്റ്സ് ഗുഡ്. റൈറ്റ്? കറക്റ്റ് അല്ലേ? നേരെ വെച്ച് എന്താ വിളിച്ച വെറുതെ അറിയാം. ഞാൻ അങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒഴിഞ്ഞിരിക്കാനുള്ള സംഭവം ഒന്നും ആർക്കും ഇല്ല. എല്ലാവർക്കും എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ സ്പേസ് നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അല്ലേ, നമുക്ക് പ്രിയപ്പെട്ടവരായിട്ട് നമുക്ക് ആ സ്പേസ് കിട്ടുന്നത്. കറക്റ്റ് അല്ലേ? അപ്പം ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ഉള്ളിൽ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്, നമ്മളത് തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്തിനാണ് ഞാൻ ആ ഡയലോഗ് പറഞ്ഞേ? എവിടെ നമ്മൾ പോയത്? ചില വാക്കുകളായിരിക്കും നമ്മുടെ മനസ്സിന് ആശ്വാസം എനേബിളിംഗ് ലെവലിലേക്ക് കൊണ്ടുപോവാം. ക്ലിയർ? അപ്പോൾ ഇതിൽ ഇദ്ദേഹം പറഞ്ഞൊരു കോപ്പ് വിത്ത് എൻവയോൺമെന്റ് ഒരു സിറ്റുവേഷൻ കൂടി നമുക്ക് കേൾക്കാം. എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് എൻവയോൺമെന്റ് ഉണ്ടല്ലോ. സീ ദ എൻവയോൺമെന്റ്. നിങ്ങൾ ഈ എൻവയോൺമെന്റ് ഒക്കെ നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ. എപ്പോഴാണ് കൺസൾട്ടേഷൻ വേണ്ടതെന്ന് വെച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും എൻവയോൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സിദ്ദീഖിനോടും കൂടി ചോദിക്കുക. ഇന്ന് പരിപാടി ഫുൾ സെലിബ്രിറ്റീസിന്റെ എന്താ പറയാ, ഒരുപാട് വന്നുകൊണ്ട് ഇവരെ അഭിപ്രായം ചോദിക്കാതെ വിട്ടുന്ന മോശമല്ലേ? റൈറ്റ്? ഒരാളുടെ ഭാര്യ മരിച്ച അയാളെ വിഭാര്യൻ എന്നാ വിളിക്കുക. അതുപോലെ ഭർത്താവ് മരിച്ച സ്ത്രീയെ വിധവാങ്ങും. ഈ അച്ഛനും അമ്മയില്ലാത്ത കുട്ടികളെന്താ വിളിക്കുക? അനാഥ കുട്ടികളെന്നാ. പക്ഷെ മക്കൾ മരിച്ച അപ്പനമ്മ എന്താണ് വിളിക്കുക? അവരെന്താ വിളിക്കുക? ഒന്നും വിളിക്കാനില്ല. ഇത്ര ഗതികെട്ടൊരു ഈ ലോകത്തില്ലടാ. അവരെ പിന്നെന്താ വിളിക്കുക? നിന്റെ മമ്മ മരിച്ചപ്പോ എനിക്ക് ജീവിക്കാൻ എന്റെ മോൻ മതിയായിരുന്നു, നിന്റെ ഈ മെടിപ്പ് മതിയായിരുന്നു. അതുപോലെ എന്റെ മോന് ജീവിക്കാൻ ഇതുപോലെ. ഇത്ര ഇമോഷണൽ ആയിട്ടുള്ള വീഡിയോസ് വേണ്ടല്ലേ? സത്യം പറഞ്ഞാലേ ഓരോ ആളുകളുടെ പ്രശ്നങ്ങളും പലതാണ്. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മാത്രമേ അറിയുള്ളൂ. കറക്റ്റ്? ഇന്നലെ എനിക്ക് ചേളാരി DMSലായിരുന്നു കൺസൾട്ടേഷൻ കേട്ടോ. തിങ്കളാഴ്ച ഞായർ തിങ്കളിൽ ചേളാരിയാണ്. അപ്പോൾ തിങ്കളാഴ്ച എനിക്ക് ബുക്കിംഗ്, ഞാൻ ഞായറാഴ്ചക്ക് ലീവ് ആയതുകൊണ്ട് 8 ബുക്കിംഗ് തന്നെ ഒന്ന് ക്യാൻസൽ ചെയ്തു. 7 ബുക്കിംഗ് തന്നെയാണ്. അപ്പോൾ ഒരു 6ാമതൊക്കെ ആയിട്ട് കയറിയ ഒരു പെൺകുട്ടി, ഒരു ക്ലൈൻറ്റ്, അവർ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പിച്ചു, പെട്ടെന്ന് എനിക്ക് കല്യാണം കൂടി റെഡി ആയതിൻ്റെ ടെൻഷനൊക്കെ ആയിട്ട് എനിക്ക് വേണ്ടാന്നൊക്കെ പറയുന്ന സ്റ്റേറ്റിലാണ്. അവർ 6:30 വന്നിട്ട് 8:45 എൻ്റെ OP കയറുന്നത്. അപ്പം OP കയറിയിട്ടുണ്ട്. ആദ്യം ചോദ്യം തരും, സാർ എനിക്ക് ബോറടിക്കൂലേ? എക്സാമ്പിൾ കയറി ഭയങ്കര ബോൾഡാണ്, 22 വയസ്സാണ്. അപ്പം സാറിന് ബോറടിക്കൂലേ? എന്താ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ആൾക്കാർ കയറുമ്പോഴും എത്ര നേരം, ഒരു അരമണിക്കൂർ 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ 6ാമത്തെ ആളാണ്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ സാറിന് ഇതാവില്ലേ എന്ന് വെച്ചു. ഞാൻ ഇതേപോലെ തന്നെ ഇരിക്കുന്നുട്ടോ. മീൻസ് ഈ ചിരി ഇതേപോലെ തന്നെയാണ് മൈൻഡിലൂടെ ഇട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങളൊക്കെ ഇത് പഠിക്കാണ്ട് നിങ്ങൾ ചിരിച്ചേ. ഒരു ക്ലോസപ്പ് ഷോട്ട്. റെഡി. അതവിടെ ഞാനൊരു 10-20 വരെ എണ്ണ വരെ വെക്കണേ. 20, 19, 18, 17, 16, 15, 14, 13, 12,
11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഓ, കുറേ ആൾക്കാരെ ചിരിയുടെ സ്റ്റൈലൊക്കെ മാറി. ആദ്യം പല്ലുണ്ടായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ വേദന ആയിട്ട് വേണം അറിയില്ല, പല്ലൊക്കെ പോയി, ചുണ്ട് മാത്രമായി. കറക്റ്റ്. അപ്പൊ നമ്മുടെ ഒരു പോസ്റ്റർ ഇതായിരിക്കും. ഈ പോസ്റ്റർ ഇങ്ങനെ തന്നെ ഇരുന്ന് 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 ഇതിങ്ങനെ ശീലിച്ചാലേ ഒന്നാമത്തെ ആളോട് ഇങ്ങനെ ചിരിച്ചാക്കി രണ്ടാമത്തെ ആള് ഇങ്ങനെ ആക്കാൻ പറ്റൂലല്ലോ. കറക്റ്റ്. ആറാമത്തെ ആൾ കയറിയാലും നിങ്ങൾ ഒന്നാമത്തെ ആളെ സ്വീകരിക്കുന്ന പോലെ സ്വീകരിക്കണം. കാരണം ഇൻട്രാക്റ്റീവ് പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ കോപ്പപ്പ് എന്ന് പറയുന്നത് ഇതൊരു ഭയങ്കര സിറ്റുവേഷൻ. ഇപ്പൊ സിദ്ദീഖ് പറയുന്നത് ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ ഗ്രീഫ് ഇഷ്യൂസിലെ പല ഇഷ്യൂസിലെ ആളുകൾ വരും. ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ കോപ്പ് ചെയ്യാനൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ, എന്താ നമ്മുടെ മീനിങ് ഓഫ് ദി കൗൺസിലിംഗ്? Interactive process that enable the individual to cope up with with the situation. Situations. വെരി ഗുഡ്. 10 സെക്കൻഡ് സമയം. 10 സെക്കൻഡ് സമയം. നിങ്ങളെ ബ്രെയിനോട് പറയാം എനിക്ക് വളരെ മനോഹരമായി പഠിക്കാൻ സാധിക്കും, 10 സെക്കൻഡ് കൊണ്ട് എന്തെങ്കിലും പഠിക്കാൻ സാധിക്കും എന്ന രൂപത്തിൽ ജസ്റ്റ് അതിലേക്ക് നോക്കിക്കുക. എന്തോ രസം. പ്രോസസ് enable the individual to cope with the environment. Enable the individual to cope with the environment. Enable the individual to cope with the environment. Enable the individual to cope with the situation. Situation and environment പറഞ്ഞാൽ മതി. Enable the individual to cope with the situation. Enable the individual to cope with the situation. Enable the individual to cope with the situation. Okay? Clear? Very easy? പഠിച്ചു കഴിഞ്ഞില്ലേ? അന്നേരം റംഷീദ് എന്ന് പറഞ്ഞ It is an interactive process that enables the individual to cope up with the situation. വെരി ഗുഡ്. ഈസി. വെരി ഗുഡ്. വെരി ഈസി. നല്ല കുട്ടി. അപ്പോൾ നമ്മളത് പഠിച്ചു കഴിഞ്ഞു കേട്ടാ. ഇനി നമ്മൾ കൺക്ലൂഷൻസിലേക്ക് പോവാണ്, വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇന്നത്തെ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സാധാരണ മീനിങ് പറയുമ്പം അതിൻ്റെ ഡിറൈവേഷൻ പറയാറുണ്ട്. ഡിറൈവേഷൻ ജസ്റ്റ് ശ്രദ്ധിക്കുക. കൗൺസിലിൻ്റെ ടെർമിനോളജി വന്നത് കൗൺസിൽ എന്ന് പറയുന്ന വാചകത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം അഡ്വൈസ് എന്നുള്ളതാണ്. അഡ്വൈസ്, കൺസൾട്ടേഷൻ, ഒപ്പീനിയൻ, സജഷൻ എന്നൊക്കെ അർത്ഥം വരുന്ന കൗൺസിൽ എന്ന് പറയുന്ന വാചകത്തിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്? കൗൺസിലിംഗ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ച കാര്യം ഒന്ന്, വാട്ട് ഈസ് സൈക്കോളജി? What is psychology? Meaning of counseling. Meaning scientific study of Human behavior and mental process. വെരി ഗുഡ്. വെരി എക്സലന്റ്. സോ ആർക്കൊക്കെയാണ് കൗൺസിലിംഗ്? എല്ലാ നോർമൽ പേഴ്സൺസിനും കൗൺസിലിംഗ് ആവശ്യമാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് കൗൺസിലിംഗിന്റെ മീനിങ് ആണ്. കൗൺസിലിംഗ് ഇസ് എ Interactive process. Enable the individual to cope up with സിറ്റുവേഷൻ. ഇനി നമുക്ക് ഇയാൾ എന്താ പറയുന്നത് ലാസ്റ്റ് നമ്മൾ പോവാൻ നേരത്ത് നമുക്ക് ഹിന്ദി ഫിലിം നടനോട് എന്തെങ്കിലും അഭിപ്രായം ചോദിക്കാം. നമ്മുടെ ലൈഫിലേക്ക് അടുത്ത ഇനി മുതലുള്ള പ്രയാണത്തിൽ ഞങ്ങൾ എന്തൊക്കെയാണ് സാറേ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചു നോക്കാം അല്ലേ? എന്തൊക്കെയാണ് മിസ്റ്റർ ഷാറുഖ് ഖാൻ, ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? Don't try to be someone else. You'll always find someone better, taller, cooler, handsomer, nicer, more talented, with better six packs. But please do not try to be someone else, because I think it takes away the two greatest gifts. When you try to keep up with others, it takes away the two greatest gifts life has given you. One is the freedom to fail and the ability to say with your head held high, I don't know. ഇദ്ദേഹം വളരെ വേഗതയിൽ നമുക്ക് പറഞ്ഞു തന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? എന്തൊക്കെയാ? മൈക്ക് ഓഫ് ആണ് ശിവ. മറ്റൊരാളെ പോലെ ആവാൻ ശ്രമിക്കരുത്. ഒന്ന്, മറ്റൊരാളെ പോലെ ആവാൻ ശ്രമിക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഓക്കെ. ഈ മറ്റൊരാളെ പോലെ ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാകുന്ന രണ്ട് കാര്യങ്ങൾ അയാൾ പറഞ്ഞു. എന്തൊക്കെയാന്ന് ഓർമ്മ ഉണ്ടോ? ഒരിക്കലും നമ്മൾ മറ്റൊരാളാവാൻ ശ്രമിക്കരുത് എന്ന് നമ്മൾ പറയും. നമ്മുടെ മക്കൾ നമ്മളെ മോഡൽ ചെയ്തുകൊണ്ട്, അത് വേറെ കാര്യം.
പക്ഷെ നമ്മൾ അവളെ പോലെ ആവണം, ഇവളെ പോലെ ആവണം, അവൾക്ക് അങ്ങനെ പറയാറിയാം, ഇവക്ക് ഇങ്ങനെ പറയാറിയാം, അവൾക്ക് അങ്ങനെ ചെയ്യാറിയാം, അവൾക്ക് ഇങ്ങനെ ചെയ്യാറിയാം, അവർ ഡോക്ടറാണ്, ഞാൻ അതിൻ്റെ ഇടയിൽ എങ്ങനെ പഠിക്കുക, അവർ എഞ്ചിനീയറാണ്, ഞാൻ അതിൻ്റെ ഇടയിൽ എങ്ങനെ പഠിക്കുക, അവർ വേറെ ഉദ്യോഗസ്ഥയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഡോണ്ട് ട്രൈ ടു ഇമിറ്റേറ്റ് എനിബഡി. നമുക്ക് ആരെയും നമ്മൾ അനുകരിച്ച് ഒരു ഫോളോ ചെയ്യാനൊന്നും പോണ്ട. അങ്ങനെ പോയി കഴിഞ്ഞാൽ 2 കാര്യം നമുക്ക് നഷ്ടമാകും. എന്താണെന്നറിയോ? ഒന്ന് തോൽക്കാനുള്ള ഫ്രീഡം ടു ഫീൽ. യാ, വെരി ഗുഡ്, എക്സലന്റ്. അദ്ദേഹം പറഞ്ഞത് തോൽക്കാനുള്ള ഫ്രീഡം ടു ഫെയിൽ. എന്താ അതിനർത്ഥം? ഞാൻ അടുത്ത ആഴ്ചയിലേക്ക് നിങ്ങൾക്ക് തോട്ട് ഫോർ ദ ഡേ തന്നു അല്ലേ? നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കണം കേട്ടോ. അതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കണം. നിങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ മോഡലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പോസ്റ്ററൊക്കെ ഉണ്ടാക്കണം. തോട്ട് ഫോർ ദ ഡേ അല്ലെങ്കിൽ അസംബ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ താഴെ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഒരു പ്രസൻറ്റേഷൻ സെക്കൻഡ് നിങ്ങളുടെ പേരൊക്കെ വെച്ച് യൂണിവേഴ്സൽ അക്കാദമി ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ലോഗോ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. താഴെ ടുഡേയ്സ് പ്രസൻറ്റേഷൻ തോട്ട് ബുക്ക്, എന്നിട്ട് നിങ്ങളെ എല്ലാവരും ഫോട്ടോ കൊടുത്താൽ മതി. ഓക്കെ, എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് താഴെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇടാം. ഞാനത് തന്നപ്പോൾ നിങ്ങൾ ഷാറുഖ് ഖാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. കറക്റ്റ്? ശ്രമിക്കരുത്. കോപ്പി ചെയ്യാൻ നമ്മൾ കമ്പയർ ചെയ്യരുത്, ഒരിക്കലും കമ്പയർ ചെയ്യരുത്. എൻ്റെ എബിലിറ്റിയും അവരുടെ എബിലിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യരുത്. നമ്പർ 1. അങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ലോസ് ദ ഫ്രീഡം ഓഫ് ഫെയിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് തോൽക്കാനുള്ളൊരു ഫ്രീഡം നഷ്ടപ്പെടും. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എൻ്റെ അക്കാദമി, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ, എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ അവരെ മുമ്പിൽ പൊളിക്കും, ഞാൻ അങ്ങനെ പ്രസന്റ് ചെയ്യും. തെറ്റാണ് തെറ്റിക്കോട്ടെ, പറഞ്ഞോട്ടെ, പോയോട്ടെ, നോ പ്രോബ്ലം എന്നുള്ള ഫ്രീഡം ഓഫ് ഫെയിൽ നഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഫ്രീഡം ഓഫ് ഫെയിൽ ആണ്. എനിക്ക് തോറ്റോട്ടെ, പരാജയപ്പെട്ടോട്ടെ, എന്ത് പ്രശ്നം, ഒരു കുഴപ്പമില്ല, അടിപൊളി, ഞാൻ പറ്റുന്ന പോലെ പറയും. യു ഗെറ്റ് മീ? നിങ്ങൾ കോളേജിൽ ഒരു പ്രസന്റേഷൻസ് ഉണ്ട്, ഞാൻ പറ്റുന്ന പോലെ പറയും. നിങ്ങൾക്ക് ഒരു പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്, 2 കാര്യങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു, ഓക്കെ ഫൈൻ, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പറയും. ഓക്കെ, റൈറ്റ്, ഫ്രീഡം ഓഫ് ഫെയിൽ. രണ്ടാമതൊരു കാര്യം അദ്ദേഹം എന്താ പറഞ്ഞേ? എനിക്കറിയില്ല എന്ന് പറയാനുള്ള എൻ്റെ കപ്പാസിറ്റി ഞാൻ നഷ്ടപ്പെടും, ഞാൻ മത്സരിക്കാൻ പോയി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വേണ്ട? നമ്മൾ ആരെയും മത്സരിക്കുന്നത്, നമ്മൾ നമ്മളോടാ മത്സരിക്കുന്നത്. ഡു യു ഗെറ്റ് മീ? അപ്പൊ നമുക്ക് എന്ത് പറയാം? അയ്യോ എനിക്ക് അറിയില്ലല്ലോ, എന്താ ചെയ്യാ, ആരോടൊന്ന് ചോദിക്കുക. ഓക്കെ, അപ്പൊ അത് ഭയങ്കര സ്കില്ല്. എനിക്ക് അറിയില്ലെങ്കിൽ അറിയാത്ത ആൾ എനിക്ക് ഇത് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്ക് 1.5 മണിക്കൂറോളമായി, 9 മണിക്ക് നമ്മൾ അവസാനിക്കും. 1.5 മണിക്കൂറോളമായി നമ്മളിങ്ങനെ ടക്കടാറിന് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത ബുധനാഴ്ച വീണ്ടും കാണും. അതിന് മുമ്പിൽ നിങ്ങൾ 1-2 ആളുകൾ ഫീഡ്ബാക്ക് പറഞ്ഞു വേണം നമ്മൾ പഠിക്കാം. ഇന്ന് സിറാജ് ആവട്ടെ. സിറാജ്, ഹൗ ഡിഡ് യു ഫീൽ ആഫ്റ്റർ ലിസണിങ് ദ വോൾ സെഷൻ ലൈവ്ലി? തീർച്ചയായിട്ടും ഞാൻ ഫസ്റ്റ് റെക്കോർഡിംഗ് വീഡിയോ കണ്ടപ്പോൾ തന്നെ ശരിക്കും ഇതിൻ്റെ ഒരു യുണീക്നെസ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു ഓൺലൈൻ എന്നുള്ള ഫീലിംഗ് വരാതെ തന്നെ നമുക്ക് ശരിക്കും ഇൻട്രാക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കാം എന്നൊരു കോൺഫിഡൻസിൽ തന്നെയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എത്തിയത്. അപ്പോൾ ഷാഫി സാർ ഇന്നും നിരാശപ്പെടുത്തിയില്ല. ശരിക്ക് നമ്മളെ അങ്ങനെ ഒരു എന്ത് പറഞ്ഞു എന്നുള്ളതിനേക്കാളും എങ്ങനെ ഞങ്ങളെ കൊണ്ടുപോയി എന്നുള്ളതിനെയാണ് ഞാൻ കൂടുതൽ പിന്നെ അപ്രിഷിയേറ്റ് ചെയ്യുന്നത്. ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ബാച്ചിൽ നമ്മുടെ 90% ഡിഫറെൻ്റ് ഏബിൾ ആയിട്ടുള്ള അവരൊക്കെ സംസാരിച്ച തബ്ഷീറൊക്കെ എത്ര വികാരഭരിതമായിട്ട് സംസാരിച്ച അവർ നമ്മുടെ ബാച്ചിലാണ് ഉള്ളത്. അവര് നമ്മുടെ ബാച്ചിലുള്ളത് കേട്ടോ, നമ്മുടെ ബാച്ചിലുള്ളത്. ഇന്ന് കണ്ടില്ല എന്ന് തോന്നുന്നു. കണ്ടില്ല, പക്ഷെ അവര് അതെ. അപ്പോൾ അവര് അതേപോലെ തന്നെ ശ്വേത, അങ്ങനെ അവരൊക്കെ ഇങ്ങനെ കുറെ ഇമോഷണൽ ആയിട്ട് സംസാരിച്ച അതൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ട ഇതിനെ തന്നെ ശരിക്കും ആ ഒരു ഫീലിങ്ങിൽ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിനെയും ശരിക്കും കണ്ടത്. ഭയങ്കര സന്തോഷം തോന്നി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇന്ന് റംഷീദ് പുതിയ ജോയിൻ ചെയ്തല്ലേ അല്ലേ? ഓക്കെ, റംഷീദിന്റെ ഫീഡ്ബാക്ക് എടുക്കാം. മൈക്കോണേ. 1.5 മണിക്കൂറായിന്ന് സർ പറഞ്ഞപ്പോഴാണ് സത്യം പറയാത്ത മനസ്സിലായത്. അത്രക്കും ടൈം പോയതേ അറിഞ്ഞില്ല. പിന്നെ കേട്ടപ്പോ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഹൗസ് വൈഫാണ്. എനിക്കിപ്പം ഞാൻ വേറെ എന്തൊക്കെയോ ആവുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. ഇതല്ലാതെ എനിക്ക് ലൈഫിൽ എന്തൊക്കെയോ
നേടിയെടുക്കാൻ പറ്റുമെന്ന് തോന്നി സാറിന്റെ ക്ലാസ് കേട്ട്. ശരിക്കും നല്ല ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ ഇനിയുണ്ടല്ലോ നമുക്ക് ശിവ. ഇല്ല, സാധാരണ ഓൺലൈൻ ക്ലാസ് ഭയങ്കര ചടപ്പാണ്. ഞാൻ സാറിന്റെ അടുത്ത് ചോദിച്ചിരുന്നില്ലേ, ഓഫ്ലൈൻ ചേരട്ടെ എന്ന് ചോദിച്ചിരുന്നില്ലേ? പക്ഷെ ഇത് ഓൺലൈനാന്ന് പോലും ലൈക്ക് വിട്ടുപോയി. ഇപ്പൊ 9 മണിയായിന്ന് ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് ഞാനും ശ്രദ്ധിക്കണത്. ഇത്രയും പെട്ടെന്ന് സമയം പോയത് ഭയങ്കര അത്ഭുതമായി. താങ്ക് യു സോ മച്ച്. ലിനി? ഞാൻ സാർ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. ഒരു ക്ലാസ്സിന്റെ ഒരു ഫോർമാലിറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് കാഷ്വൽ ആയിട്ട് ടോക്ക് ചെയ്യുന്ന ആ ഒരു ഫീലിങ്സ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ വളരെയധികം സന്തോഷം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ് അങ്ങനെ ഉണ്ടാവുമല്ലോ? ഇല്ലല്ലോ, ഞാൻ എപ്പോഴും അങ്ങനെ ഓപ്ഷൻ ഇടും. ചില ആളുകൾക്ക് പറയാനുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ 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 വന്നു, ഞാൻ പറയാതെ പോയി. അങ്ങനെ ഇല്ലല്ലോ? ശരി. 1 മണിക്കൂർ എന്നുള്ളത് കുറച്ചുകൂടെ നീട്ടുന്നോ? 2 മണിക്കൂർ ആക്കുന്നോ? അയ്യോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ നിഷ്മക്ക് ഒരു പ്രത്യേക കയ്യടി എല്ലാവരും കൊടുക്കണം. നമുക്ക് ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത നിഷ്മയാണ്. ഞാൻ ഈ അത് ശരിക്കും ഞെട്ടിച്ചു. 7:25 ഈ ഐഫോൺ കയ്യിലുണ്ടായ ഭയങ്കര പ്രയാസം കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ശരി എന്ന് പറയും, മൂപ്പര് അപ്പോത്തിനും ശരി ശരി. എന്നിട്ട് ഞാൻ എന്തെങ്കിലും കമന്റ് പറഞ്ഞ എന്നോട് പറയും സംതിങ് വെന്റ് റോങ്. അപ്പം ഞാൻ ഒരു വളരെ കുറഞ്ഞ സ്പേസിൽ 7:25 വിളിച്ചിട്ട് നിഷ്മ ഇന്ന് എല്ലാവരും വെൽക്കം ചെയ്യണം, 7:33 വന്നിട്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ഓക്കെ ഡൺ എന്ന് പറഞ്ഞതിന് ഭയങ്കര അപ്രീസിയേഷൻ. നല്ല കുട്ടി, സൂപ്പർ അല്ലേ? താങ്ക് യു. ഒട്ടും പ്രിപ്പയർഡ് അല്ല, പിന്നെ അതിൻ്റെതായിട്ടുള്ള അപാകതകൾ ഉണ്ട്. ഇല്ല, അതില് തിരിച്ചറിഞ്ഞതേ ഇല്ല കേട്ടോ. ഞങ്ങൾ ഇതിന്റെ ഒരു സംഘാടക എന്നുള്ള ഒരു ഫീൽ തന്നെയാണ് ഞങ്ങൾ കേട്ടത്. താങ്ക് യു. എന്നാലും നെക്സ്റ്റ് ശരിയാക്കാം. ഇനി എന്നെ കുറിച്ച് പൊക്കി പറയാൻ കുറച്ച് പഠിക്കണം അല്ലേ? അങ്ങനല്ലേ? ഇത് വേണോ? ചുമ്മാ പറഞ്ഞ. ഓക്കെ, ശരി. അപ്പൊ എല്ലാവർക്കും ബൈട്ടോ. നിങ്ങളെല്ലാവരും ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പ് വളരെ പിന്നെന്താ പറയാ ശാന്തസുന്ദരം എന്ന് പറഞ്ഞ അവസ്ഥയിലാണുള്ളത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കും പറയും മിണ്ടൊക്കെ ചെയ്യാൻ പറ്റും ആ ഗ്രൂപ്പിൽ. നിങ്ങൾക്ക് പിന്നെ അത്ര ശോകമുഖമാവണ്ട. പറയുന്ന പോലെ നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ കോഴ്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് റെഫർ ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് വീക്കും കൂടി നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻസ് എടുക്കാം. ഗ്യാപ്പ് ഉണ്ട്, അവൈലബിലിറ്റി ഉണ്ട് സീറ്റ്. അപ്പോൾ ഫ്രണ്ട്സിനോടൊന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാൻ പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. Good night. Good night, sir. Thank you. Okay, good night, sir. Good night. Thank you.